പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇക്കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ മലയാള സാഹിത്യ ലോകത്തെ 3 മഹാസാന്നിധ്യങ്ങൾ നമുക്ക് നഷ്ടമായി. ആദ്യം ഋഷികവിയായ മഹാകവി അക്കിത്തം, പിന്നെ കഥനത്തിൻ്റെ നാട്ടുവഴികളിൽ വാക്കിൻ്റെ പെരുമ വിടർത്തിയ കഥയുടെ പെരുമാൾ യു.എ. ഖാദർ, അവസാനം മലയാള കവിതയിലെ ഗോപികാവസന്തം ശ്രീമതി സുഗതകുമാരി. 3 പേരുമായും വളരെക്കാലം നിരന്തരം അടുത്ത് ഇടപഴകാനുള്ള ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. കുമരനെല്ലൂരിലെ ദേവയാനത്തിലും പൊക്കുന്നിലെ അക്ഷരത്തിലും തിരുവനന്തപുരം നന്ദാവനത്തിലെ വരദയിലും എത്രയോ തവണ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഒന്നിച്ച് നിരവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. തീവ്രമായ ഒരാത്മബന്ധം മൂവരോടും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവുമധികം ഉണ്ടായിരുന്നത് അക്കിത്തവുമായി ആണ്. 18 വർഷം നിരന്തരമായി അദ്ദേഹത്തോടൊപ്പം ഇടപഴകുകയും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ഒരു കുടുംബത്തിലെ അംഗത്തെപ്പോലെ അടുത്ത് പെരുമാറുകയും ചെയ്യാൻ ഭാഗ്യമുണ്ടായ ആളാണ് ഞാൻ. കൃത്യം പറഞ്ഞാൽ 1985 നവംബർ 10 മുതൽ 2002 ഒക്ടോബർ 1 വരെ. പിന്നീട് അത്രയും കാലം അടുത്ത് ഇടപഴകാത്ത ഇടവേളയുമുണ്ടായി. അക്കിത്തം എന്ന കവിയെയും അച്യുതൻ നമ്പൂതിരി എന്ന മനുഷ്യനെയും ആഴത്തിൽ അറിയാൻ കഴിഞ്ഞു. പിതൃതുല്യമായ ആ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ സാഹിത്യകർമ്മങ്ങളിൽ സഹായിയായി കൂടെ ഒരുപാട് യാത്ര ചെയ്തു, ഒന്നിച്ച് താമസിച്ചു. ഇപ്പോൾ എൻ്റെ മനോമണ്ഡലത്തിൽ ആ സ്മരണകളുടെ അമൃതധാര ശ്രാദ്ധക്കിണ്ടിയിലെ ഉദകം പോലെ ആർദ്രമാവുകയാണ്. അനുഭവങ്ങളുടെയും അനുധാവനത്തിൻ്റെയും പുണ്യം നിറഞ്ഞ തിലവും ഉദകവും ചാലിച്ച ബലിച്ചോറായി ഞാൻ ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കട്ടെ. നാം ഇപ്പോൾ പരസ്പരം സംവദിക്കുന്നത് ഒരു മായക്കണ്ണാടിയിലൂടെ ആണല്ലോ. പൂജ്യത്തിൻ്റെയും ഒന്നിൻ്റെയും പെരുക്കങ്ങളിലൂടെ ഉത്ഭൂതമായ ഒരു പ്രതീതി യാഥാർത്ഥ്യം. 0, 1 എന്നീ ബൈനറികളുടെ സീരീസുകളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന വെർച്വൽ റിയാലിറ്റി. 0 എന്നാൽ ശൂന്യത, 1 എന്നാൽ പൂർണ്ണതയും. ശൂന്യതയുടെയും പൂർണ്ണതയുടെയും അനന്തമിശ്രിതമായ ശ്രേണീപര സമവാക്യങ്ങളിലൂടെയാണ് ജീവിതം കടന്നു പോകുന്നത് എന്ന ദർശനത്തിലേക്ക് നമ്മെ ആവഹിക്കുന്നവയാണ് മഹാകവി അക്കിത്തത്തിൻ്റെ കവിതകൾ മുഴുവൻ. കാലം നീലവിശാല ശൂന്യത നിറഞ്ഞേന്തുന്ന രൂപോച്ചലൽ ജാലം, മാനസ ദൃഷ്ടിഗോചര പരബ്രഹ്മ പ്രഭാമണ്ഡലം, ആലോചിക്കിൽ ഇതൊന്നു മാത്രം അഖില ത്രൈമാന്യ സത്യങ്ങൾ തൻ നൂലാനൂലിനെ അംഗവസ്ത്രവടിവിൽ ചുറ്റട്ട ഞാൻ ജീവനിൽ. തൻ്റെ കവിതകളുടെ സമ്പൂർണ്ണ സമാഹാരത്തിൽ അതിൻ്റെ ഉപോദ്ഘാതമായി അക്കിത്തം കുറിച്ചിട്ട വരികളാണിത്.
കാലത്തിൻ്റെ നിയോഗത്തെ നോക്കി കവി സ്വയം അതിശയപ്പെടുകയാണ്. കാലത്തിൻ്റെ പരബ്രഹ്മപ്രഭാമണ്ഡലത്തിൽ ദൃഷ്ടിഗോചരമാവുന്ന അന്നമയവും പ്രാണമയവും മനോമയവുമായ ജീവകോശങ്ങളുടെ തുടിപ്പ് മുഴുവൻ നിറഞ്ഞ ഈ കാവ്യശരീരത്തെ സത്ത്, ചിത്ത്, ആനന്ദം എന്നിവയാകുന്ന ത്രൈമാന്യ സത്യത്തിൻ്റെ യജ്ഞോപവീതം ചുറ്റിയണിഞ്ഞ് വിനയവാനാവുകയാണ് കവി. തൻ്റെ കാവ്യകർമ്മങ്ങളും താൻ സഞ്ചരിച്ച ധർമ്മമാർഗങ്ങളും കാലത്തിൻ്റെ നിയോഗമായാണ് അക്കിത്തം കണക്കാക്കിയിരുന്നത്. കാലോഹ്യയം നിരവധി വിപുലാജ പൃഥ്വി എന്ന മന്ത്രം തൻ്റെ ഏത് ഭാഷണത്തിലും പ്രഭാഷണത്തിലും അദ്ദേഹം ആവർത്തിച്ച് ചൊല്ലാറുണ്ടായിരുന്നു. അബ്ദുള്ള എന്ന കവിതയിൽ ഒരു തീവണ്ടി യാത്രക്കിടെ പഴയ സഹപാഠിയായ അബ്ദുള്ളയെ കണ്ടുമുട്ടുന്ന സന്ദർഭം അക്കിത്തം വിവരിക്കുന്നുണ്ട്. മുൻസീറ്റിൽ എഴുന്നേറ്റിരിക്കുന്ന മുച്ചൂടും പ്രാകൃതനായ ഒരു യാത്രക്കാരൻ. അച്യുതൻ നമ്പൂതിരിയല്ലേ നിങ്ങൾ, ഞാൻ അബ്ദുള്ള എന്ന് പരിചയപ്പെടുത്തി കൈനീട്ടുകയായിരുന്നു അയാൾ. കണ്ടത് നന്നായി എന്ന് പറഞ്ഞ് പരിചയം പുതുക്കുന്നതിനിടയിൽ അടുത്ത സ്റ്റേഷനെത്തി അയാൾ ഇറങ്ങിപ്പോയി. പിന്നെയാ വണ്ടിതൻ ആസുരാക്രോശത്തിൽ നിന്ന് ഊറിവന്ന പാട്ടായി മൗനം. പിന്നെയാ വണ്ടിതൻ ആസുരാക്രോശത്തിൽ നിന്ന് ഊറിവന്ന പാട്ടായി മൗനം എന്നാണ് അക്കിത്തം പറയുന്നത്. ആ മൗനത്തിൽ കുട്ടിക്കാലത്ത് ആ കളിക്കൂട്ടുകാരനൊത്ത് ഉണ്ടായിരുന്ന സഹവർത്തിത്വത്തിൻ്റെ സ്മരണകൾ ഓരോന്നോരോന്നായി മനസ്സിൽ തെളിയുകയായിരുന്നു പിന്നെ കവിക്ക്. സാമൂഹിക സൗഹാർദ്ദത്തിൽ കൊണ്ടും കൊടുത്തും ജീവിച്ചു പോന്ന ജീവിത സ്മരണകളിൽ മുഴുകിയിരിക്കവേ വണ്ടി തനിക്കിറങ്ങാനുള്ള സ്റ്റേഷനെത്തി. പിന്നെ സ്റ്റേഷനിൽ തീവണ്ടി നിൽക്ക ഞാൻ കണ്ണുമിഴിച്ചുടൻ വാച്ചു നോക്കി. കണ്ണെവിടെ പോയി, വാച്ചെവിടെ പോയി, കണ്ണീരു മാത്രമാണീ പ്രപഞ്ചം. പിന്നെ സ്റ്റേഷനിൽ തീവണ്ടി നിൽക്ക ഞാൻ കണ്ണുമിഴിച്ചുടൻ വാച്ചു നോക്കി. കണ്ണെവിടെ പോയി, വാച്ചെവിടെ പോയി, കണ്ണീരു മാത്രമാണീ പ്രപഞ്ചം എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. ലൗകിക ജീവിതത്തിലെ കൈവല്യങ്ങൾ ഓരോന്നായി ഇല്ലാതായി പോകുന്ന ദുഃഖത്തിൻ്റെ കണ്ണീരിൽ നിന്ന് ഘനീഭൂതമാവുന്ന പ്രപഞ്ച ദർശനമാണ് അക്കിത്തം കവിതകളുടെ ജീവചൈതന്യം. മറ്റുള്ളവക്കായി പൊഴിക്കുന്ന ആ കണ്ണീർക്കണം കവി മനസ്സിൽ ആത്മനിർവൃതിയുടെ 1000 സൗരമണ്ഡലമായി ഉദയം കൊള്ളുകയാണ്. മാ നിഷാദ എന്നു ചൊല്ലിയ ആദി കവിയിൽ നിന്നേ പൊഴിഞ്ഞു തുടങ്ങിയ കണ്ണീരാണത്. തൻ്റെ ഝങ്കാരം എന്ന കവിതയിൽ അക്കിത്തം അത് സൂചിപ്പിക്കുന്നുണ്ട്. പുറ്റുമണ്ണിൻ്റെ കരളിലെ കണ്ണുനീരിറ്റിൽ നിന്നാദ്യം വിടർന്ന പൂവേ, മാനവവംശ സുഷുമ്ന തന്നറ്റത്തൊരാനന്ദമായി വിടർന്ന പൂവേ. പുറ്റുമണ്ണിൻ്റെ കരളിലെ കണ്ണുനീരിറ്റിൽ നിന്ന് ആദ്യം വിടർന്ന പൂവേ, മാനവവംശ സുഷുമ്ന തന്നറ്റത്തൊരാനന്ദമായി വിടർന്ന പൂവേ എന്ന്. വൽമീകത്തിനുള്ളിലെ ധ്യാനമൂക നിശബ്ദതയിൽ ഊറിക്കൂടിയ ആ ദിവ്യ ദുഃഖം മൂലാധാര ചക്രത്തിൽ കുണ്ഡിലിതമായി കുടികൊള്ളുന്ന പ്രപഞ്ചശക്തിയെ തോറ്റിയുണർത്തി സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞാചക്രം എന്നിവയിലൂടെ പടിപടിയായി
ഉയർന്നുയർന്നു വന്ന് സഹസ്രാര പത്മത്തിൽ വിലയിക്കുമ്പോഴുണ്ടാവുന്ന ആനന്ദാവസ്ഥയാണ് കവി ഇവിടെ ദർശിക്കുന്നത്. ആ ആനന്ദമാണ് ഹൃദയത്തിലുലാവുന്ന നിത്യനിർമ്മലമായ പൗർണമി. സ്പർശമണികൾ എന്ന കവിതയുണ്ട് അക്കിത്തത്തിൻ്റേതായി. ബാല്യത്തിൽ തൻ്റെ കൈവെള്ളയിൽ തങ്ങിയ ദിവ്യമായൊരു ചൈതന്യം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ്റെ ദുഃഖത്തിലാണ് ആ കവിത തുടങ്ങുന്നത്. ഇരുമ്പ് കെട്ടിയെ സ്വർണമാക്കാൻ കഴിയുന്ന ഒരത്ഭുതം. ഇരുമ്പ് പണിയായുധങ്ങളുമായി തൻ്റെ മുന്നിൽ വന്നു നിരക്കുന്ന നിരാലംബരായ മനുഷ്യാത്മാക്കളെ തൻ്റെ കരസ്പർശത്താൽ സുവർണ ജീവിതത്തിന് ഉടമകളാക്കിയ കൈവല്യം. പക്ഷേ ലോറികൾ നിറയെ ഇരുമ്പ് ബാറുമായി വന്ന് വിലപേശി നിരന്ന കച്ചവട ലോകത്തിനു മുന്നിൽ അയാൾ പകച്ചു പോകുന്നു. അത്യാർത്തിയും ദുരയും മൂലം ആ സിദ്ധി നഷ്ടപ്പെട്ട തൻ്റെ കൈകൾ മലർത്തി അയാൾ വിലപിക്കുകയാണ്. സ്പർശമണികൾ എന്നതിന് നിഘണ്ടുവിൽ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്നാണ് അർത്ഥം. ആധുനിക മനുഷ്യജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഈ കവിത. ആ കവിത രചിക്കാനിടയായ സാഹചര്യം കവി തന്നെ പറയുന്നത് കേൾക്കുക. ഈ സ്പരിശമണികൾ എന്ന കവിത എഴുതാനുള്ള കാരണത്തെ പറ്റി ചില സംഭവങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ചെറുപ്പം മുതൽക്ക് അറിയാം ഈ സ്പരിശമണി എന്നൊരു വാക്കുണ്ട്. എന്താ വാക്കിൻ്റെ അർത്ഥം? ഇപ്പം കാന്തക്കല്ലുണ്ട്, അതുപോലെ ഒരു കല്ല്, അതുകൊണ്ട് തൊട്ടാൽ ഇരുമ്പ് സ്വർണ്ണാവും എന്ന് ഒരു കഥയോ സത്യമോ എനിക്കറിയില്ല, ഒരു സങ്കല്പം ചെറുപ്പം മുതൽക്ക് മനസ്സിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വേറെ എന്തോ റെഫറൻസിന് വേണ്ടി നമ്മൾ ഡിക്ഷണറി മാറിക്കണം. പലപ്പോഴും എൻ്റെ കവിത ഡിക്ഷണറിയുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ളത്, അങ്ങനെയുണ്ട് അത്ഭുതം. അപ്പോൾ ഈ സ്പരിശമണികൾ കാണുന്നു. സ്പരിശമണികൾ കണ്ടിട്ട് അതിൻ്റെ അർത്ഥമൊക്കെ അതിലവിടെ എഴുതി വായിച്ചു നോക്കിയപ്പോൾ ഒരു മനസ്സിലൊരു ജിജ്ഞാസ, എന്താ അതിൻ്റെ ഇംഗ്ലീഷ്? സ്പരിശമണി എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താ? ഉടനെ അത് പരിശോധിക്കണം. അപ്പോൾ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്നതിൽ കാണുന്നു. ആ സ്പരിശമണിയാണ്, ഇങ്ങനെ തൊട്ടാ സ്വർണ്ണാവും, അതിലൊരു ഫിലോസഫിയും കിടക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോയി കിടന്നുറങ്ങി. ഉറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞ് മനസ്സിൽ നിന്ന് ഒരു അർദ്ധ നിദ്രയുടെ ഇങ്ങനെ ഒരു അർദ്ധനിദ്രയാണ് മിക്കവാറും എനിക്കുള്ളൂ. സ്വപ്നം കണ്ടിങ്ങനെ കിടക്കുക, കണ്ടു മട്ട. അപ്പോൾ അതിനിടയ്ക്ക് ഇടശ്ശേരി മനസ്സിലിരിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവ കഥ, അനുഭവം ഒന്നും ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാനും വയ്യ, അതുകൊണ്ട് ഞാൻ ഇതേവരെ ആരോടും പറഞ്ഞിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു കഥ എനിക്ക് ഓർമ്മ വന്നു. അദ്ദേഹം പൊന്നാനി താമസമാക്കിയപ്പോഴായിരിക്കണം തോന്നുന്നു, ഒരു വൈകുന്നേരം ഒരു താടിക്കാരൻ സന്യാസി വീട്ടിൽ വന്നു. അയാളവിടെ താമസിച്ചു, പല കഥകളും പറഞ്ഞു. ഉടുമുണ്ട് കുളിക്കുമ്പോൾ ഒക്കെ നനച്ചിട്ട് അവിടെ തന്നെ ഉണക്കി അടുത്ത് ചുറ്റി നടക്കുന്ന ഒരു സന്യാസി, താടിയൊക്കെ ഉണ്ട്, അങ്ങനെ ഒരാൾ. അപ്പം എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? അപ്പം അയാൾ ഭക്ഷണം ഇതൊക്കെ കൊടുത്താൽ കഴിക്കും, പിന്നെ പൈസകളിലൊന്നും അയാൾക്ക് ഒരു താല്പര്യമില്ല, അങ്ങനെ നടക്കും. അങ്ങനെ കുറെ ഒരാളാണ്. എന്നാൽ ഭിക്ഷയ്ക്ക് നടന്നത് കുറെ പൈസ കിട്ടില്ലേ? എനിക്ക് അതിലൊന്നും താല്പര്യമൊന്നുമില്ല. അതെന്താ? സ്വർണ്ണം വേണമെങ്കിൽ ഉണ്ടാക്കാം സാർ, സ്വർണ്ണം വേണമെങ്കിൽ ഉണ്ടാക്കാം. അയാൾ പറഞ്ഞു. അതെങ്ങനെ ഉണ്ടാക്കുക? ഇതൊരു ചെടിയുണ്ട്, ആ ചെടിയുടെ ഒരു നീര് കൊണ്ടുവന്നിട്ട് ഇരുമ്പിന്റെ മുകളിൽ ഒഴിച്ചാൽ സ്വർണ്ണമാവും. അപ്പൊ അയാൾ പറഞ്ഞു, ഇതിന് ലേശം സ്വർണ്ണം ഉണ്ടാവുള്ളൂ, വേണ്ടത്ര നീരിതിലില്ല, അവിടെ ലേശം കിട്ടിയാലും മതി. സ്വാമി പറഞ്ഞത് ശരിയാണോന്ന് അറിയട്ടെ. അതെങ്ങനെ പറ്റിച്ചു. അപ്പൊ അതിന്റെ ഒരു തല സ്വർണ്ണമായി നാമ ഇടശ്ശേരി പറയണത് എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല. കഥ എന്റെ മനസ്സിലേക്ക് കിടന്നു. അപ്പൊ ഒരു രസം തോന്നി. പിന്നെ ഏതായാലും ഉറക്കം പോയി. ഇതൊക്കെ കൂടി എന്തൊരു കവിതമാതിരി ഉണ്ടല്ലോ എന്ന് തോന്നി. ഫിലോസഫേഴ്സ് സ്റ്റോൺ കൈ പിടിച്ച് നടക്കുന്ന ആളല്ലേ എന്ന് തോന്നിപ്പോയി. അങ്ങനെ കവിത എഴുതേണ്ട സമയം തന്നെ ഇത് എടുത്തിട്ടുള്ളൂ. പിന്നെ പിറ്റേ ദിവസം ലേശം ചില മാറ്റങ്ങളൊക്കെ വരുത്തി. ഇത് ഈ വരികൾ എഴുതാൻ എത്ര സമയം വേണോ അത്ര സമയം കൊണ്ട് അതുകൊണ്ട് എഴുതി. ഇത്ര അതിനെപ്പറ്റി ഒരു കഥ പറയാൻ എനിക്കുള്ളൂ. എങ്ങു പോയി ബാല്യത്തിൽ എൻ്റെ കൈവെള്ളയിൽ തങ്ങിയ സ്പരിശമണികൾ. തൻ്റെ മനസ്സിലേക്ക് എപ്പോഴെങ്കിലും കടന്നുവന്ന ചില പദങ്ങളോ കാഴ്ചകളോ
സ്മരണകളോ ഉപബോധ മനസ്സിലെ രാസപരിണാമത്തിലൂടെ കവിതകളായി പിറവികൊള്ളുകയാണെന്നാണ് അക്കിത്തം പറയുന്നത്. മിക്കപ്പോഴും അർദ്ധനിദ്രയിൽ സംഭവിക്കുന്ന അനിർവചനീയമായ സർഗപ്രക്രിയ ആണത്രേ അത്. അക്കിത്തത്തിൻ്റെ എല്ലാ കവിതകളും ഉപരിതലത്തിൽ ശാന്തമായ തെളിഞ്ഞ നദിയാണ്. എന്നാൽ ഇറങ്ങി നനയുമ്പോഴാണ് അതിൻ്റെ അഗാധമായ ആഴങ്ങൾ അറിയുക. മാനവ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ദർശനങ്ങളുടെയും നിധികുംഭങ്ങൾ നിറഞ്ഞ പയോഗർഭങ്ങളിലേക്കായിരിക്കും നാം ആണ്ടിറങ്ങിപ്പോവുക. പൊങ്ങി വരുന്നത് ജീവിത സത്യങ്ങൾ നിറഞ്ഞ അനുഭൂതിയുടെ നവരത്നങ്ങൾ ആയിട്ടായിരിക്കും. വിശാലതയിലേക്ക് എടുത്തു ചാടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അക്കിത്തത്തിൻ്റെ നിത്യവിസ്മയം എന്ന കൊച്ചു കവിത തുടങ്ങുന്നത്. ജനിച്ച കുഗ്രാമ വളപ്പിലേക്ക് ആരാണ് തന്നെ വലിച്ചു കൊണ്ടുപോകുന്നത്? കുലദൈവങ്ങളാണോ? പടിഞ്ഞാറേ മുറ്റത്തുള്ള പുളിമരക്കാടാണോ? അതിൻ്റെ ശിഖരത്തു നിന്ന് ഏന്തിത്തൊടാവുന്ന മുഴുമതിയുടെ പൊട്ടിച്ചിരി പ്രളയമാണോ? മഴമുഴക്കത്തിൽ കുളത്തിൽ കുമിയുന്ന തവളപ്പൊട്ടിലാണോ? തവളപ്പൊട്ടിൽ തെരിക്കുന്ന ജീവൻ്റെ തരികളാണോ? ജീവസ്മിത മഹസ്സായി വിടരുന്ന തുമ്പക്കുടത്തിൻ്റെ വെണ്മയാണോ? വെണ്മയിൽ തുളുമ്പുന്ന ഉണ്മയാണോ? കവി അതിശയിക്കുകയാണ്. എനിക്കസാധ്യം ഈ സുഖം വിവരിക്കാൻ, കുനിയുന്നേൻ മൗലി അടയ്ക്കുന്നേൻ കൺകൾ. എനിക്ക് അസാധ്യം ഈ സുഖം വിവരിക്കാൻ, കുനിയുന്നേൻ മൗലി അടയ്ക്കുന്നേൻ കൺകൾ എന്ന് പറഞ്ഞുകൊണ്ട് 18 വരികളുള്ള ആ കവിത അവസാനിക്കുന്നു. തൻ്റെ വികസ്വരമായ ഹൃദയത്തിൽ ഗൃഹാതുരസ്പന്ദനമായി നിറയുന്ന സ്മൃതികൾ ക്രമേണ പ്രകൃതിയുടെ ചൈതന്യമായും അവിടെ നിന്ന് ജീവൻ്റെ ഉദയം തെളിയിക്കുന്ന ശാസ്ത്രബോധമായും അവസാനം തുമ്പക്കുടത്തിൻ്റെ വെണ്മയിൽ തുളുമ്പുന്ന ഉണ്മയായി പ്രപഞ്ച സത്യപ്പൊരുളിൻ്റെ തേജസ്സിൽ നിറയുകയാണ് കവിത. ആ സുഖം വിവരിക്കാനാവാതെ ഞാനിതാ കൺകളടച്ച് ശിരസ്സു കുനിക്കുന്നു എന്നാണ് കവി പറയുന്നത്. അക്കിത്തത്തിൻ്റെ കവിതകളിൽ നാം കാണുന്നത് സാധാരണ മനുഷ്യൻ്റെ മനസ്സിലുദിക്കുന്ന സ്വാഭാവിക ചിന്തകളുടെ അലകളാണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാം. ജീവിതത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഒരാൾക്കുണ്ടാവുന്ന സന്ദേഹങ്ങൾ, അതിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കവേ മനസ്സിൽ തെളിഞ്ഞു വരുന്ന തത്വചിന്തകൾ, പൗരാണികമായ ഭാരതീയ സംസ്കൃതിയുടെ അടിസ്ഥാനമായ വേദങ്ങളിലും ഉപനിഷത്തുകളിലും മനീഷികളായ ഋഷിവര്യന്മാർ പറഞ്ഞുവച്ച അതിഗഹനമായ ദർശനങ്ങളിലേക്ക് അത് പതുക്കെ പതുക്കെ വളർന്ന് പോയിക്കൊണ്ടിരിക്കും. ആ വേദാന്ത ചിന്തയുടെ ഗഹനതകളിൽ നിന്നിറങ്ങി കവി വീണ്ടും ഭൂമി തൊടുകയും ജീവിതത്തിൻ്റെ നൈർമല്യത്തിലേക്കും പ്രസാദാത്മകതയിലേക്കും പച്ചയായ അനുഭവങ്ങളിലേക്കും നമ്മെ കൈപിടിച്ച് എത്തിക്കുകയും ചെയ്യും. കാവ്യപാരമ്പര്യത്തിൻ്റെ എല്ലാ ഊർജവും സ്വീകരിച്ചുകൊണ്ട് പുതിയ കവനശീലങ്ങളിലൂടെ ആസ്വാദകനുമായി തന്മയീഭാവത്തിൽ എത്തുക എന്നതാണ് അക്കിത്തം കവിതകളുടെ സവിശേഷത. അദ്ദേഹത്തിൻ്റെ സാഹോദര്യം എന്ന കവിത നോക്കുക. സ്കൂൾ തുറന്ന് പോകാനൊരുങ്ങുന്ന ഒരു കൊച്ചുകുട്ടി, അവൻ്റെ പേര് രാജീവൻ എന്നാണ്. ആ കുഞ്ഞു മനസ്സിൽ മുട്ടിട്ട ഒരു സംശയം അച്ഛൻ്റെ മുന്നിൽ വന്നു പെടുകയാണ്. രാജീവം
എന്നതിൻ്റെ അർത്ഥം താമരയെന്ന് നിഘണ്ടുവിൽ കണ്ടു. പക്ഷേ രാജീവൻ എന്നതിൻ്റെ അർത്ഥം കാണുന്നില്ലല്ലോ അച്ഛാ. താമരയുടെ പൗരുഷം എന്നായിരിക്കും, അച്ഛൻ പറഞ്ഞു. അപ്പോൾ കുട്ടിയുടെ സംശയം മറ്റൊന്നായി. പൗരുഷം എന്നാൽ എന്താണ്? പുഞ്ചിരി തൂക്കിക്കൊണ്ട് അച്ഛൻ്റെ മറുപടി: പൗരുഷമെന്നാൽ ബ്രഹ്മാണ്ഡ കടാഹത്തിൻ്റെ പഞ്ചഭൂതരസം. ഭൂതരസമോ? അത് ഭൂമി മാത്രം. ഭൂരസം എന്നാലോ ജലമത്രേ. ജലരസമാണ് ഔഷധങ്ങൾ. അവയിൽ നിന്ന് പൗരുഷരസം, അതിൽ നിന്ന് വാക്യരസം, അതിൽ നിന്ന് ഋക്കുകൾ, പിന്നെ സാമം. അതിനു മീതെ രസമില്ല. സമിതിയും ആകൂതിയുമാർന്ന സമാനതാസ്വർഗമെന്ന സഹോദര സ്നേഹസൂചനയിൽ ഉത്തരങ്ങൾ അവസാനിക്കുകയാണ്. ഒന്നിനു പിറകെ മറ്റൊന്നായി പെരുകി വരുന്ന സംശയങ്ങളിലൂടെ ആ പിതാവ് കയറി പോവുകയായിരുന്നു. വെറും 36 വരികൾ മാത്രമുള്ള ഈ കൊച്ചു കവിതയിൽ അത്യുദാത്തമായ വേദാന്ത ദർശനങ്ങളിലേക്ക് കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: മകൻ ഇരുകൈയും പൊക്കി പെട്ടെന്ന് അച്ഛൻ്റെ നെറുകയിൽ ചേർത്തു, വീടൊരു പൊട്ടിച്ചിരിയായി, പിതൃപുത്രർക്കിത് സമാനതാസ്വർഗം. മകൻ ഇരുകൈയും പൊക്കി പെട്ടെന്ന് അച്ഛൻ്റെ നെറുകയിൽ ചേർത്തു, വീടൊരു പൊട്ടിച്ചിരിയായി, പിതൃപുത്രർക്കിത് സമാനതാസ്വർഗം. ഒരു കുഞ്ഞു മനസ്സിൻ്റെ ജിജ്ഞാസയ്ക്കൊപ്പം വാക്കിൻ്റെ പൊരുളുകൾ തേടി ആത്മജ്ഞാനത്തിൻ്റെ ആകാശങ്ങളിലേക്ക് പടിപടിയായി പൊങ്ങിപ്പോവുന്ന കവി അവസാനം എത്തിച്ചേരുന്നത് അച്ഛൻ്റെ മടിയിലിരുന്ന് നെറുകയിൽ കൈ ചേർത്ത് കളിക്കുന്ന കുഞ്ഞിൻ്റെ കുസൃതിയിലും ഒരു ചെറു കുടുംബത്തിൻ്റെ ആഹ്ലാദ അതിരേകത്തിലേക്കുമാണ്. അതിചിന്തയുടെ ഭാരത്താൽ തപിക്കുകയാണ് പിതാവിൻ്റെ ശിരസ്. തൻ്റെ പുത്രനായ, തനുജനായ, തനുവിൽ നിന്ന് പറന്നവനായ, തൻ്റെ രക്തത്തിൻ്റെ അംശമായ കുഞ്ഞുമകൻ അവൻ്റെ നനുത്ത കൈകൾ മൂർധാവിൽ ചേർത്ത് ഭാവി ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ ശീതള സ്പർശത്താൽ അതിനെ ആർദ്രമാക്കുകയാണ്. അപ്പോൾ ആ വീട്ടിനുള്ളിൽ നിറയുന്ന അവാച്യമായ ആനന്ദധാരയിലാണ് കവിത തീരുന്നത്. കടമ്മനിട്ടയുടെ പുരുഷ സൂക്തം എന്ന കവിതയിലെ ഊഞ്ഞാൽപ്പാട്ട് എന്ന ഖണ്ഡത്തിലും കുടുംബബന്ധത്തിൻ്റെ ഇതേ സരള ലാവണ്യം നമുക്കനുഭവിക്കാം. വൈകിട്ട് ജോലി കഴിഞ്ഞ് അച്ഛൻ എത്തുമ്പോൾ ഏതൊരു വീട്ടിലും ഉണ്ടാവുന്ന ലൗകികമായ ആനന്ദമുഹൂർത്തം. കുഞ്ഞുമോൻ്റെ തളിരിളം ചുണ്ടിൽ കൊഞ്ഞകൂമ്പി കുസൃതി വിരിഞ്ഞും ചിറ്റുളിപ്പല്ലമർത്തിയൻ തോളിൽ കൊച്ചുപൂവിൻ പടങ്ങൾ വരച്ചും. കൊച്ചുകുട്ടികൾ പല്ലില്ലാത്ത മോണ തോളിൽ അമർത്തുമ്പോൾ അവിടെ പൂവിൻ്റെ പോലുള്ള ഒരു അടയാളം കാണാം. ഗീതമോളോടി എത്തിക്കഴുത്തിൽ താമരത്തണ്ടെറിഞ്ഞു കുനിച്ചു. മുതിർന്ന കുട്ടി ഗീതമോൾ ഓടി വന്നിട്ട് താമരത്തണ്ട് പോലുള്ള കൈകൾ തോളിലേക്കെറിഞ്ഞ് അച്ഛൻ്റെ തല താഴോട്ട് കുനിക്കുകയാണ്. ഗീതമോളോടി എത്തിക്കഴുത്തിൽ താമരത്തണ്ടെറിഞ്ഞു കുനിച്ചു, നെറ്റിയിൽ നീറി നിൽക്കും അഴുക്കിന്നിറ്റുകൾ കുഞ്ഞിച്ചുണ്ടാൽ തുടച്ചു. ചെറ്റകന്ന് നിറഞ്ഞു തുളുമ്പി നിൽക്കയാമൊരു പ്രാർത്ഥനാനാളം അമ്മ. ആത്മാന്വേഷണത്തിൻ്റെ ഇടയ്ക്കാണ് അവിടെയും കവി അത് വരച്ചിടുന്നത്. ഒരു സ്വപ്നം തേടി, സുഖം തേടി, ഒരു കഥ തേടി, പൊരുൾ തേടി, എന്നെ തേടി, എനിക്കൊരു നിന്നെ തേടി എന്ന് തുടങ്ങുന്ന പുരുഷ സൂക്തം എന്ന കവിതയിൽ അപ്പുറവും ഇപ്പുറവും ജീവിതത്തിൻ്റെ പരുപരിപ്പും കഠിനതയും ഭീതിയും നിറഞ്ഞ വഴികളിലൂടെ നീങ്ങി നീങ്ങി
പതുക്കെ പതുക്കെ പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായാത് പൂർണ്ണമേവാവശിഷ്യതേ എന്ന പുരുഷസൂക്ത മന്ത്രത്തിൽ അവസാനിക്കുന്ന ദീർഘമായ ഒരു കാവ്യസഞ്ചാരമായിരുന്നു കടമ്മനിട്ടയുടേത്. അതിഗഹനവും സങ്കീർണവും ആയ കാവ്യശില്പമാണ് കടമ്മനിട്ട കവിതയെങ്കിൽ അക്കിത്തത്തിൻ്റെ കവിത ലഘുവും ലളിതവും ഋജുവുമാണ്. ലൗകികമായ സാധാരണത്വത്തിൽ നിന്ന് തുടങ്ങി ചുരുങ്ങിയ വരികളിലൂടെ പ്രതീകങ്ങളുടെയോ കാവ്യബിംബങ്ങളുടെയോ അകമ്പടിയില്ലാതെ, ആലങ്കാരിക ഭാഷയുടെ ആടയാഭരണങ്ങളില്ലാതെ, ദാർശനികമായ തത്വജ്ഞാനത്തിൻ്റെ ഔന്നത്യത്തിൽ ഒരപ്പൂപ്പൻ താടി പോലെ പറന്നെത്തി വീണ്ടും സരളമായ ലൗകികാനന്ദത്തിൻ്റെ വിശുദ്ധിയിൽ അവസാനിക്കുന്ന കാവ്യ കരകൗശലം അക്കിത്തത്തിനു മാത്രമേ സാധ്യമാവൂ. ദാർശനിക സമസ്യകളുടെ നിർദ്ധാരണം ജീവിത നൈർമല്യത്തിൻ്റെ ലളിത സമവാക്യങ്ങളിലൂടെ സാധ്യമാവും എന്ന കാവ്യവായന മറ്റ് കവികളിൽ നിന്ന് അക്കിത്തത്തെ വേറിട്ട് നിർത്തുന്നതും ജീവിതത്തെക്കുറിച്ചുള്ള ഈ പരിപ്രേക്ഷ്യമാണ്. ആത്മീയത ലൗകികതയിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, അത് ലൗകികതയുടെ സാക്ഷാത്കാരമാണ്, അതിൻ്റെ പരിപൂർണതയാണ് എന്ന യാഥാർത്ഥ്യത്തെ ഇത്ര സരളമായി അവതരിപ്പിക്കാൻ മറ്റാർക്ക് കഴിയും? ഈ ഇറക്കത്തിലാണ് കവിതയുടെ ഇനിപ്പ് എനിക്ക് രുചിക്കാൻ കഴിഞ്ഞത് എന്നാണ് പ്രശസ്ത നിരൂപകൻ പ്രൊഫസർ കെ.പി. ശങ്കരൻ ഇതിനെ വിലയിരുത്തിയത്. സാഹോദര്യം എന്ന കവിത ഒരു സ്പെസിമനായി എടുത്താൽ ഈ രഞ്ജിപ്പ് അക്കിത്തം കവിതകളുടെ പൊതു സ്വഭാവമാണെന്ന് കാണാം. ഓരോന്നിൻ്റെയും പരിസരമനുസരിച്ച് അതിൻ്റെ പരിമാണത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെന്ന് മാത്രം. ജീവിതപ്രവാഹത്തിനിടയിൽ ഒറ്റപ്പെട്ടു പോവുകയോ ചിതറിപ്പോവുകയോ ചെയ്യുന്ന മനുഷ്യജന്മങ്ങളുടെ വേവലാതികൾക്കും സമൂഹത്തിനുണ്ടാവുന്ന പ്രതിസന്ധികൾക്കും ആർഷമായ പരിഹാരം തേടുന്നവയാണ് അക്കിത്തത്തിൻ്റെ എല്ലാ കവിതകളും. നമുക്കിടയിൽ ജീവിച്ചു മറഞ്ഞുപോയ അനേകം കവികളിൽ നിന്ന് ഭിന്നമായിരുന്നു അക്കിത്തം എന്ന കവിയുടെ വ്യക്തിപ്രഭാവം. സാംസ്കാരിക പാരമ്പര്യത്തിൽ വേരുകളോടിച്ച് അതിൽ നിന്ന് ജ്ഞാനജലവും ജീവധാതുക്കളും വലിച്ചെടുത്ത് ആധുനികമായ ജീവിത സമസ്യകളുടെ ആകാശത്തിലേക്ക് ശിഖരങ്ങൾ പടർത്തിയവയായിരുന്നു അക്കിത്തം കവിതകൾ. കുറെ കൂടി ആഴത്തിൽ ചിന്തിച്ചാൽ അത് ഭൂമിയിലേക്ക് ശിഖരങ്ങളിറക്കി ആകാശത്തിൽ വേരു പടർത്തി നിൽക്കുന്ന അരയാലിനെ പോലെയാണെന്ന് തിരിച്ചറിയാം. ഊർധ്വമൂലമധശാഖിം അശ്വത്ഥം പ്രാഹുരവ്യയം. ഊർധ്വമൂല അധശാഖിം അശ്വത്ഥം പ്രാഹുരവ്യയം എന്ന ഔപനിഷദമായ പരികൽപ്പന തത്വചിന്തയുടെ അപ്രാപ്യമായ ഉയരങ്ങളിലെത്തുമ്പോൾ മാത്രം ഗോചരമാവുന്ന ചിത്രം. സാധാരണക്കാരായ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത ചിന്താമണ്ഡലത്തിൽ സംവേദനത്തിൻ്റെ വാതായനങ്ങൾ വിടരുന്നതിനനുസരിച്ച് മാത്രമേ അക്കിത്തം കവിതകളിലെ ആ ദിവ്യ ചിത്രങ്ങൾ നമുക്ക് ഇന്ദ്രിയ ഗോചരമാവുകയുള്ളൂ. അതുകൊണ്ടായിരുന്നു ആധുനിക നിരൂപകർക്ക് പലർക്കും അക്കിത്തം കവിതകൾ സ്പർശിക്കാൻ പോലും കഴിയാതെ പോയത്. അകത്തേക്ക് കടക്കാനാവാതെ അവർ ആ കവിതകളുടെ പരിസരങ്ങളിലൂടെ ചുറ്റിത്തിരിയുക മാത്രമാണ് ചെയ്തത്. വൈദികമായ ദാർശനികതയെ ഉള്ളിൽ നിറച്ച ആ ജിജ്ഞാസു എന്നും പുതുവിജ്ഞാനങ്ങളിലേക്ക്, പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അറിവുകളിലേക്ക് കൺപാർത്തുകൊണ്ടേയിരുന്നു. നവീനമായ എല്ലാ അറിവുകളും അനുഭവങ്ങളും ഭാരതത്തിൻ്റെ ദാർശനികത തലവുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടേയിരുന്നു. മലയാളിക്ക് മാത്രം വഴങ്ങുന്ന
കാവ്യബിംബങ്ങളിലൂടെ, ഏതൊരു കേരളീയ മനസ്സിനെയും ഉന്മേഷഭരിതമാക്കുന്ന ഇളനീർ വിശുദ്ധിയുള്ള ഭാഷയിലൂടെ. അക്കിത്തത്തിൻ്റേതായി നിരവധി കുട്ടിക്കവിതകളുണ്ട്. മിക്കതും ആകാശവാണിയിലെ ജോലിയുടെ ഭാഗമായി എഴുതിയതാണെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഓർക്കുന്നു. ആകാശവാണിയിൽ ബാലലോകം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അതിൻ്റെ ചുമതലയുണ്ടായിരുന്ന NN കക്കാട് നിർബന്ധിച്ചിട്ട് അക്കാലത്ത് അങ്ങനെ കുറേ കവിതകൾ എഴുതാൻ ഇടയായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ പെട്ടെന്ന് എഴുതിയവയാണത്രേ അവയിൽ പലതും. ഓരോ പ്രായത്തിൽ ഉപയോഗിച്ച് കളയുന്ന കളിപ്പാട്ടങ്ങളല്ല ബാലസാഹിത്യമെന്ന് കുഞ്ഞുണ്ണി മാസ്റ്റർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുനാൾ തൊട്ട് വളരും തോറും പുതിയ പുതിയ അർത്ഥതലങ്ങളിലൂടെ പുതുലോകം കാണിച്ചു കൊടുക്കുന്നവയായിരിക്കണം ബാലസാഹിത്യമെന്ന് അക്കിത്തവും പറഞ്ഞിട്ടുണ്ട്. ഒരു കുല മുന്തിരി, ഉണ്ണിക്കിനാവുകൾ, അക്കിത്തത്തിൻ്റെ കുട്ടിക്കവിതകൾ എന്നീ കവിതാ സമാഹാരങ്ങളും ഈ ഏട്ടത്തി നൊണേ പറയൂ എന്ന നാടകവുമാണ് അക്കിത്തം രചിച്ച ബാലസാഹിത്യ കൃതികൾ. എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ കവിത എന്നു പറയാൻ ഒന്നുമില്ല. കാരണം ഓരോ കവിതയും അത് കവിതയാണെങ്കിൽ കവിക്ക് പ്രിയപ്പെട്ടവയായിരിക്കും. എങ്കിലും ചില കവിതകൾ കവിയെ കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് പൂശാരി രാമൻ എന്ന കുട്ടിക്കവിത എഴുതാൻ ഉണ്ടായ സാഹചര്യം വിവരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞത്. ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിലെ പദപ്രപഞ്ചത്തിലിരുന്നു കൊണ്ട് കുട്ടികളെ പോലെ ചിന്തിക്കാൻ പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് ഈ കവിത എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാശിക്കു പോയൊരു പൂശാരി രാമനെ കാശിയിലെങ്ങും കണ്ടില്ല എന്നത് മാത്രമാണ്. കാശിക്കു പോയൊരു പൂശാരി രാമനെ കാശിയിലെങ്ങും കണ്ടില്ല എന്നത് മാത്രമാണ് ലളിതമായ താളാത്മകമായി ആലപിക്കാവുന്ന ഈ കവിതയിലുള്ളത്. ഇതിനിടയിൽ പൂശാരി രാമൻ്റെ സവിശേഷതകളെ രസകരമായി പറഞ്ഞു പോകുന്നു. കവിതയുടെ അവസാനത്തിൽ ഒരു ചെറുചിരി കവി ചാലിച്ചിടുകയാണ്. കാശിക്കേ പോയിട്ടില്ലെന്നുണ്ടോ, കാശിക്കേ പോയിട്ടില്ലെന്നുണ്ടോ, കാശി തൻ ബന്ധുവീടാണെന്നുണ്ടോ. ബന്ധുവീട് എന്നാൽ തൻ്റെ നാട്ടിൽ ഭാര്യയുടെ വീട് എന്നാണ് അർത്ഥമെന്ന് അക്കിത്തം പറയുന്നുണ്ട്. ആലപിക്കുമ്പോൾ കുട്ടികൾക്ക് തൽക്കാലമുണ്ടാവുന്ന താളസുഖത്തിനപ്പുറത്ത് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഉണ്ടാവുന്ന പൊതുവായനകളിൽ ഏതൊരു മനുഷ്യനും തന്നെ അന്വേഷിച്ചു പോകുന്ന അനുഭവം ഈ കവിത നീട്ടി നൽകുന്നുണ്ട്. കണ്ടവരുണ്ടോ എന്ന കുട്ടിക്കവിതയും ഒരു അന്വേഷണം തന്നെയായിരുന്നു. ചാത്തുവിനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു മുത്തിയമ്മ കാണുന്നിടത്തൊക്കെ തെരഞ്ഞ് കാണുന്നവരോടൊക്കെ ചോദിച്ച് ഉണ്ണിവിശേഷങ്ങൾ വിളിച്ചോതി അന്വേഷിച്ച് നടക്കുന്ന ആ വൃദ്ധയ്ക്ക് അവസാനം ഒരു കുട്ടി ചാത്തുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. നോക്കൂ, മാവിൻ്റെ കൗളിലാരാ, അമ്പട കള്ള വാടാ താഴെ. നോക്കൂ, മാവിൻ്റെ കൗളിലാരാ, അമ്പട കള്ള വാടാ താഴെ. ചാത്തുവിനെ കാണിച്ചു കൊടുക്കാൻ ആ കുട്ടി വൃദ്ധയോട് ചോദിച്ച പ്രതിഫലം, എൻ്റെ ഉയിർ കൂട്ടിയിട്ട് തല്ലില്ലെന്നൊരു സത്യം ചെയ്യൂ എന്നായിരുന്നു. കാണിച്ചു കൊടുത്ത ആ കുട്ടി ആരാണെന്ന് കവി പറയുന്നില്ല. ചാത്തു ആരാണെന്ന് അല്പം ദൈർഘ്യമേറിയ ഈ കവിതയിൽ നിറയെ പറയുന്നുണ്ട് താനും. എന്നാലും കുട്ടി മനസ്സിൽ അറിഞ്ഞ ചാത്തുവിൻ്റെ ചിത്രം നാം കവിത വായിച്ച് വളരുന്നതിനിടയിലാണ് വ്യക്തമായി തെളിഞ്ഞു വരിക. അതോടെ ചാത്തുവിനെ കാണിച്ചു കൊടുത്ത കുട്ടി ആരാണെന്നും നാം തിരിച്ചറിയും. കണ്ടവരുണ്ടോ എന്ന കവിത ഒറ്റപ്പാലത്ത് നടന്ന സാഹിത്യ പരിഷത്തിൻ്റെ
സമ്മേളനത്തിനാണത്രേ ആദ്യമായി വായിച്ചത്. നിശബ്ദമായ നിറഞ്ഞ സദസ്സിൽ അരമണിക്കൂറെടുത്ത് ആ കവിത വായിച്ച് വിയർത്തൊലിച്ച് കസേരയിൽ വന്നിരുന്നപ്പോൾ NV കൃഷ്ണവാര്യർ പതുക്കെ ചെവിയിൽ ചോദിച്ചത്രേ, ആ ചാത്തു ശ്രീകൃഷ്ണനല്ലേ? ആയിരിക്കാമെന്ന് മാത്രം പറയാനേ അപ്പോൾ എനിക്ക് കഴിഞ്ഞുള്ളൂ എന്നാണ് ആ കവിതയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ഒരു പ്രത്യേക സന്ദർഭത്തിൽ അക്കിത്തം എന്നോട് പറയുകയും പ്രസിദ്ധീകരണത്തിനായി എഴുതി തരികയും ചെയ്തത്. ഈ കവിതയുടെ വരികളായിരുന്നു പാഠപുസ്തകത്തിൽ വെട്ടിത്തിരുത്തി വിവാദമായത്. ഒരുപക്ഷെ അക്കിത്തം ജീവിതത്തിൽ ഏറ്റവും മനോദുഃഖം അനുഭവിച്ചത് അപ്പോഴായിരുന്നു. അതിലെ അമ്പാടിക്കണ്ണൻ്റെ നിറമാണേ എന്ന വരി പാഠപുസ്തകത്തിലെ ഒരു വിദ്വാൻ ഞാവൽപ്പഴത്തിൻ്റെ നിറമാണേ എന്ന് സൂത്രത്തിൽ തിരുത്തി എഴുതി. അമ്പാടിക്കണ്ണൻ എന്ന കാവ്യപ്രതീകം അക്കിത്തത്തിൻ്റെ ആത്മഭാവമായിരുന്നു. ആ കവിതയിലെ ചാത്തു തന്നെ അമ്പാടിക്കണ്ണനാണെന്ന് അത് ശ്രവിച്ച NV കൃഷ്ണവാര്യരോടൊപ്പം ആഴത്തിൽ വായിക്കുന്ന ആർക്കും കരതലാമലകം പോലെ വ്യക്തമാകും. കവിതയുടെ ആത്മാവായ അമ്പാടിക്കണ്ണനെയാണ് വെട്ടിമാറ്റിയത്. ദീർഘമായ ആ കവിതയിൽ നിന്ന് കുറച്ചു വരികൾ മാത്രം പാഠപുസ്തകത്തിലേക്ക് എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് സമ്മതിച്ചു. സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. എഴുത്തുകാരുടെ സമ്മതപ്രകാരം വലിയ കവിതയിലെ ആവശ്യമുള്ളത്ര വരികൾ മാത്രമാണ് പാഠപുസ്തകത്തിൽ ഉപയോഗിക്കുക. പക്ഷേ ഇവിടെ അവർ ചെയ്തത് എടുത്ത വരിയിൽ നിന്ന് കവി അറിയാതെ ഒരു പ്രയോഗം തിരുത്തി മാറ്റി മറ്റൊന്ന് എഴുതി ചേർക്കുകയായിരുന്നു. അന്നൊരു ദിവസം അക്കിത്തം ഞങ്ങളെ വിളിച്ചു. ഒന്ന് ഇത്രയിടം വരൂ എന്നു മാത്രം. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. മുഖത്ത് എന്തോ ഒരു മ്ലാനത പോലെ. അവസാനം മകൻ നാരായണനാണ് കാര്യം വിശദീകരിച്ചത്. അപ്പോൾ അക്കിത്തം പറയുകയാണ്, കുറച്ച് ദിവസങ്ങളായി പഠിച്ച മന്ത്രങ്ങളൊക്കെ മറന്നു പോകുന്നു. ശരീരത്തിൽ നിന്ന് എന്തോ ശക്തി ചോർന്നു പോകുന്നത് പോലെ. അവിടെ നിന്ന് മടങ്ങിയ ഞങ്ങൾ ആ വിവരം മാധ്യമങ്ങളെ അറിയിച്ചു. മാതൃഭൂമിയിലും ഇന്ത്യൻ എക്സ്പ്രസിലും കവിത തിരുത്തിയ വാർത്ത വലിയ പ്രാധാന്യത്തോടെ വന്നു. അദ്ദേഹത്തിൻ്റെ വേദന സാംസ്കാരിക കേരളം ഒന്നാകെ ഏറ്റെടുത്തു. അക്കാര്യം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ EK നായനാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അക്കിത്തത്തിൻ്റെ വീട്ടിൽ പോയി ക്ഷമ ചോദിച്ച് പ്രശ്നം പരിഹരിക്കാൻ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. കവിത തിരുത്തിയ ആളോട് അദ്ദേഹത്തിന് ഒട്ടും പരിഭവമുണ്ടായിരുന്നില്ല. ആ അവസരത്തിലാണ് കണ്ടവരുണ്ടോ എന്ന കവിത എഴുതിയ പശ്ചാത്തലം അദ്ദേഹം എന്നോട് വിവരിച്ചത്. അക്കിത്തത്തിൻ്റെ ചില പ്രയോഗങ്ങൾ നാട്ടുഭാഷയിലെ അപൂർവ ചാരുത ഉള്ളവയാണ്. ഭാഷാഭേദങ്ങളെ വളരെ സമർത്ഥമായി വരികൾക്കിടയിൽ ചേർത്ത് കെട്ടാൻ അദ്ദേഹത്തിനുള്ള കഴിവ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. പരിഭാഷകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സംവേദനതലം. പണ്ടത്തെ മേശാന്തി നിന്നു തിരിയുന്നു ചണ്ടിത്തമേറുമീ ഫാക്ടറിക്കുള്ളിൽ ഞാൻ. പണ്ടത്തെ മേശാന്തി നിന്നു തിരിയുന്നു ചണ്ടിത്തമേറുമീ ഫാക്ടറിക്കുള്ളിൽ ഞാൻ. ചണ്ടിത്തമെന്ന പ്രയോഗത്തിൻ്റെ ചാരുത എത്ര വിദഗ്ധമായ ഭാഷാന്തരീകരണത്തിനും നൽകാനാവില്ല. സംസ്കാർ ഭാരതി എന്ന സംഘടനയുടെ ഉപാധ്യക്ഷനായി അക്കിത്തം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യിക്കാനായി ഞങ്ങൾ പ്രഗത്ഭരായ കവികളെയും
ഭാഷാ പണ്ഡിതരെയും ഏൽപ്പിച്ചിരുന്നു. ആ പരിശ്രമത്തിലേർപ്പെട്ടവരൊക്കെ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു: അക്കിത്തത്തിൻ്റെ ചില പ്രയോഗങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ തോറ്റുപോകുന്നു. അതിന് സമാനാർത്ഥമുള്ള പദങ്ങൾ മറ്റു ഭാഷകളിലുണ്ട്, പക്ഷേ അതിൻ്റെ ഭാവവും ചാരുതയും അതേപടി സന്നിവേശിപ്പിക്കാൻ ആ പദങ്ങൾക്കാവുന്നില്ല എന്ന്. ഏട്ടേ, കഴുതേ, എരുമപ്പെണ്ണേ, മുട്ടാളത്തി, മൂശേട്ടേ. കോരപ്പൻ്റെ മാനം എന്ന കവിതയിലെ ഈ വരികളിലെ ഏട്ട, മുട്ടാളത്തി, മൂശേട്ട എന്നീ പ്രയോഗങ്ങൾ എങ്ങനെയാണ് വിവർത്തനം ചെയ്യുക? ഗർബച്ചേവ് എന്ന കവിതയുടെ അവസാന വരി കുമ്പളങ്ങ കണക്കുണ്ണി ബന്ധമുക്തി വരിക്ക നീ എന്നാണ്. കുമ്പളങ്ങ കണക്കുണ്ണി ബന്ധമുക്തി വരിക്ക നീ എന്ന്. ഇത് ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർ മുമുക്ഷീയമാം മൃതാൽ. ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർ മുമുക്ഷീയമാം മൃതാൽ എന്ന മൃത്യുഞ്ജയ മന്ത്രമാണ്. അതാണ് അക്കിത്തം തനി പച്ച മലയാളത്തിൽ ഇങ്ങനെ വരികളാക്കിയത്: കുമ്പളങ്ങ കണക്കുണ്ണി ബന്ധമുക്തി വരിക്ക നീ എന്ന്. ഇത്രമാത്രം മലയാള ശുദ്ധിയുള്ള പ്രയോഗങ്ങൾ അക്കിത്തം കവിതയിൽ നിരവധി കാണാൻ കഴിയും. ഭാഷയുടെ അതിർവരമ്പുകളെ പാറ്റിയെറിഞ്ഞ് വ്യത്യസ്തങ്ങളായ പദശേഖരങ്ങളിൽ കൈയിട്ട് വാരി അക്ഷരമാല കുരുക്കുന്ന കാവ്യ കരകൗശലം അക്കിത്തം കവിതകളിൽ ഉടനീളം കാണാം. പഴയതും പുതിയതുമായ പദങ്ങൾ കൈകോർത്ത് നൃത്തം ചെയ്യുന്നത് പോലുള്ള വരികൾ. മൃത്തിൽ മനുഷ്യ മനസ്സിൽ കൊമ്പും കുത്തിരമിക്കും ചൈതന്യം. ഞെട്ടിയുണർന്നെഴുന്നേൽപ്പൂ തട്ടിപ്പൊട്ടിക്കുന്നു ശോകത്തെ. റബ്ബർ ഉരുക്കു സിമന്റും ടാറും കുപ്പിച്ചില്ലും വാർണീഷും പ്ലാസ്റ്റിക് അബ്രവും അസ്ബറ്റോസും പ്ലൈവുഡും ചേർന്നിഴുകുമ്പോൾ നമ്മൾ നിണത്തുടുമേഘം പെയ്യും മംഗളവേർപ്പിൻ കുളിരേൽക്കേ. 9ാം ക്ലാസ്സിൽ പഠിച്ച ഭാരതീയൻ്റെ ഗാനം എന്ന ഈ കവിതയിലെ പദമേളനമാണ് അക്കിത്തമെന്ന 3 അക്ഷരം എൻ്റെ കൗമാര മനസ്സിൻ്റെ കാവ്യാനുശീലത്തിൽ പറ്റിപ്പിടിക്കാനിടയായത്. അതുവരെയില്ലാത്ത മലയാള കവിതാശീലത്തെ മാറ്റിത്തുടങ്ങുകയായിരുന്നു അക്കിത്തവും NN കക്കാടും R രാമചന്ദ്രനും അയ്യപ്പ പണിക്കരും 50കളുടെ അവസാനത്തിൽ. നവീനമായ ഛന്ദസ്സുകളുടെ പുതുമോടിയിൽ മലയാള കവിതയെ അണിയിച്ചൊരുക്കുകയായിരുന്നു ഇവർ. ഛന്ദസ്സിനെ ഉപേക്ഷിക്കുകയായിരുന്നില്ല. ആര്യാഗീതി മുതലായ മാത്രാവൃത്തങ്ങളിലും അപൂർവമായി മാത്രം ഉപയോഗിക്കാറുള്ള ശിഖരണി, മന്ദാക്രാന്ത എന്നീ വൃത്തങ്ങളിലും ദീർഘസമസ്ത പദങ്ങൾ നിറഞ്ഞ ശൈലിയിൽ മുമ്പത്തേതിനേക്കാൾ പിന്നീടും അക്കിത്തം എഴുതിയിട്ടുണ്ട്. കവിതക്കെട്ടിൻ്റെ അതിവൈദഗ്ധ്യം നിറഞ്ഞ കരങ്ങൾക്ക് മാത്രമേ ഛന്ദസ്സുകൾ കൊണ്ട് അമ്മാനമാടി കളിക്കാൻ സാധിക്കുകയുള്ളൂ. തൻ്റെ ഉപനയനം, സമാവർത്തനം എന്നീ 2 ചെറുഗദ്യ പുസ്തകങ്ങളിൽ കാവ്യാനുശീലത്തിൽ വൃത്തവഴക്കം ശീലിക്കുന്നതിൻ്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാളിദാസന്റെ നേർക്ക് അക്കിത്തം അർപ്പിക്കുന്ന അഞ്ജലികളാണ് നിത്യമേഘം എന്ന കവിത. മേഘസന്ദേശത്തിൻ്റെ ഒരു വ്യാഖ്യാനമെന്ന മട്ടിൽ കാളിദാസ പ്രതിഭയുടെ മഹാപ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ കവിത അവസാനിക്കുന്നത് നിത്യതയുടെ ഏകാന്തസുന്ദരമായ മണ്ഡലത്തിൽ തൻ്റെ പാദത്തിൽ നമസ്കരിക്കുന്ന കാലത്തെ തലോടിക്കൊണ്ട് കാളിദാസൻ ഇങ്ങനെ സ്വയം പറയുന്നതായിട്ടാണ്: വജ്രം തുളച്ചിരിക്കുന്ന രത്നങ്ങൾക്കുള്ളിലൂടെ ഞാൻ കടന്നുപോന്നു ഭാഗ്യത്താൽ വെറും നൂലായിരുന്നു ഞാൻ. വജ്രം തുളച്ചിരിക്കുന്ന രത്നങ്ങൾക്കുള്ളിലൂടെ ഞാൻ കടന്നുപോന്നു ഭാഗ്യത്താൽ വെറും നൂലായിരുന്നു ഞാൻ.
ഭാരതത്തിലെ, ഒരുപക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വിനയാന്വിതനായ കവി ആണ് കാളിദാസൻ. ആ വിനയാതിരേകം വ്യക്തമാക്കാൻ ഔചിത്യത്തോടെ അദ്ദേഹത്തിൻ്റെ വരികളെ തന്നെയാണ് അക്കിത്തം അതേപടി ഇവിടെ ഉദ്ധരിച്ചത്. നിത്യമേഘം എന്ന കവിതയെക്കുറിച്ചുള്ള ഈ പ്രസ്താവം എൻ്റേതല്ല. പ്രശസ്ത കവിയും ഭാഷാപണ്ഡിതനും നിരൂപകനുമായ പ്രൊഫസർ ആർ രാമചന്ദ്രൻ്റേതാണ്. 1977 രാമചന്ദ്രൻ മാഷ് നിത്യമേഘം എന്ന കവിത എന്നെ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ അന്ന് എഴുതിയെടുത്ത നോട്ട് പുസ്തകത്തിൽ നിന്നാണ് ഞാനിതിവിടെ ഉദ്ധരിച്ചത്. മാഷ് അന്ന് പറഞ്ഞത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എൻ്റെ തലമുറയിലെ കവികളിൽ മഹാകവി എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാൾ മാത്രമേയുള്ളൂ, അത് അക്കിത്തമാണ്. അവർ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കോഴിക്കോട്ട് വരുമ്പോൾ മിക്കപ്പോഴും മാഷിയുടെ വീട്ടിലാണ് അക്കിത്തം താമസിക്കാറ്. തൻ്റെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ സുഹൃത്തിനെ പുകഴ്ത്തുകയായിരുന്നില്ല ആർ രാമചന്ദ്രൻ എന്ന് അക്കിത്തം കവിതകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് വ്യക്തമായി. 14ാമത്തെ വയസ്സിൽ എൻ്റെ മനസ്സിൽ പറ്റിപ്പിടിച്ച അക്കിത്തം എന്ന ത്രയക്ഷരി അതോടെ ഒരു ആരാധനയായി മാറി. വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഞാൻ അക്കിത്തത്തോട് ചോദിച്ചു, അങ്ങയുടെ നിത്യമേഘം എന്ന കവിതയിലെ അവസാന വരി കാളിദാസൻ സ്വയം പറഞ്ഞതാണെങ്കിലും ഞാനത് അങ്ങയെക്കുറിച്ച് പറയുന്നതായി വായിച്ചോട്ടെ എന്ന്. ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു: ഏതൊരു കവിക്കും താൻ കവിയാണെന്ന ബോധം സ്വയമുണ്ടെങ്കിൽ അങ്ങനെയേ പറയാൻ പറ്റൂ. പൂർവസൂരികളായ മഹാകവികളും ഋഷികളും വെട്ടിത്തെളിച്ച മാർഗത്തിലൂടെ വല്ലപാടും ഭാഗ്യം കൊണ്ട് കാലിടറാതെ നടന്നു നീങ്ങിയവനാണ് ഞാൻ. എന്നിലൂടെ നിങ്ങൾ കാണുന്ന വെളിച്ചം വേദത്തിൽ നിന്ന് പ്രസരിച്ചു തുടങ്ങിയതാണ്. സൂര്യൻ്റെ പ്രകാശത്തിൽ അതിനേക്കാൾ ഉജ്ജ്വലങ്ങളായ താരങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല. അക്കിത്തം കവിതകളിലെ സൂര്യ തേജസ്സാണ് 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. അതിൻ്റെ പിറവിയുടെ സാങ്കത്യവും അത് നീട്ടി നൽകുന്ന ജീവിതബോധത്തിൻ്റെ ഉദാത്തതയും കാവ്യഭാവുകത്വവും സമാനതകളില്ലാത്തതാണ്. 1000-ലേറെ മറ്റ് കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതിഹാസത്തിൻ്റെ സൂര്യപ്രഭയിൽ അവയിൽ പലതും നാം കാണാതെ പോവുകയാണ്. അക്കിത്തം കവിതകളുടെ മഹാസാഗരത്തിൽ മുങ്ങിപ്പൊങ്ങിയാൽ വാരിയെടുക്കാവുന്ന മുത്തുകൾ നിരവധിയുണ്ട്. ഒരിക്കൽ അക്കിത്തത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് എടപ്പാളിലേക്ക് പോവുകയായിരുന്നു ഞാൻ. അദ്ദേഹം പറഞ്ഞു, നമുക്ക് നടക്കാം. വീട്ടിന് വളപ്പിൽ പിറകിൽ ഒരു പാടമുണ്ട്. അതിൻ്റെ വരമ്പിത്തോടെ അദ്ദേഹം മുന്നിലും ഞാൻ പിന്നിലുമായി നടന്നു. വയലിലെ നെൽക്കതിരുകൾ, അവയ്ക്കിടയിൽ തലനീട്ടി നിൽക്കുന്ന കൊച്ചു പൂവുകൾ, തുമ്പികളും ചെറുജീവികളും അദ്ദേഹം ഓരോന്നായി വിവരിച്ചുകൊണ്ടേയിരുന്നു. വഴിയിലുള്ള കുളവും അപ്പുറത്തെ കുന്നിൻ ചെരുവുകളും തെങ്ങിൻ തോപ്പുകളും കാട്ടുപടർപ്പുകളും ചൂണ്ടിക്കാണിച്ച് കുമരനെല്ലൂരിൻ്റെ ഗ്രാമവിശുദ്ധി എൻ്റെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുകയായിരുന്നു ആ നടപ്പിലുടനീളം അദ്ദേഹം. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ കൈകൾ പിടിച്ച് നാട്ടുവഴിയിലൂടെ സഞ്ചരിച്ച ഓർമ്മകൾ എന്നെ തരളിതനാക്കി. ഞാൻ നേരിട്ടനുഭവിക്കുന്നത് ഒരു കവിയുടെ സൂക്ഷ്മമായ പ്രകൃതി നിരീക്ഷണമാണ്. ഈ ഉദാത്തമായ പ്രകൃതി സ്നേഹം നിളാനദീ സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നതിലേക്ക് നീണ്ടതിനെക്കുറിച്ചും അദ്ദേഹം വിവരിക്കുകയുണ്ടായി. പാടം കടന്ന് ഞങ്ങൾ ഒരു ഇടവഴിയിലേക്ക് കയറിയപ്പോൾ തൻ്റെ കാവ്യജീവിതത്തിന് വഴിത്തിരിവായ
സംഭവം അദ്ദേഹം പങ്കുവച്ചു. യൗവനാരംഭത്തിൽ താൻ നടന്നു നീങ്ങിയ പുരോഗമന വഴികളിലെ വെളിച്ചത്തെ ഇല്ലാതാക്കി ഭീതിതമായ ഇരുട്ടിനെ നിറച്ചുകൊണ്ട് രക്തഗന്ധമുള്ള പ്രത്യയശാസ്ത്ര ഭീഷണി തൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്ന നാളുകൾ. ആ തീവ്രാനുഭവത്തിൽ നിന്ന് പിറന്ന 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കാലാതിവർത്തിയായ കവിത, അത് രചിച്ച പശ്ചാത്തലം അയവിറക്കുകയായിരുന്നു അദ്ദേഹം. എഴുതിക്കഴിഞ്ഞ് അത് ആദ്യം കാണിച്ചത് കവിതയിൽ തൻ്റെ ഗുരുസ്ഥാനീയനായ ഇടശ്ശേരിയെയാണ്. വായിച്ച് അതിശയിച്ച ഇടശ്ശേരി അതുടനെ പ്രസിദ്ധീകരണത്തിന് അയക്കാൻ നിർദ്ദേശിച്ചു. പക്ഷേ തിരിച്ചു വന്ന് അത് കീറിക്കളയുകയാണ് അക്കിത്തം ചെയ്തത്. 2-3 ദിവസം കഴിഞ്ഞ് ഇടശ്ശേരിയെ കണ്ടപ്പോൾ ആ കവിത എവിടെയെന്ന് അദ്ദേഹം തിരക്കി. വീണ്ടും അത് പകർത്തി എഴുതി കൊടുത്തു. ഇടശ്ശേരിയാണത്രേ അത് മാതൃഭൂമിക്ക് അയച്ചത്. 1 മാസമോ മറ്റോ കഴിഞ്ഞ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്തിരുന്ന യാത്രക്കാരൻ മാതൃഭൂമി അയച്ച പതിപ്പ് വായിക്കുന്നു. അതിൽ തൻ്റെ ഈ കവിത. ഉടനെ തോളിലെ വേഷ്ടിമുണ്ട് തലയിലൂടെയിട്ട് ആരുടെ ശ്രദ്ധയിലും പെടാതെ ഈ കുണ്ടനിടവഴിയിലൂടെയാണ് ഞാൻ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടത്, സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് എന്ന് പറഞ്ഞ് അക്കിത്തം പൊട്ടിച്ചിരിച്ചു. പിന്നീട് എത്ര തവണ ഈ ചവിട്ടരിപ്പാതയിലൂടെ ഞാൻ നടന്നു, ഒരിക്കലും മനസ്സ് പതറിയിട്ടില്ല. ആ കവിത എഴുതുമ്പോൾ അദ്ദേഹത്തിന് 30-ൽ താഴെ വയസ്സേ ആയിരുന്നുള്ളൂ എന്നോർക്കുക. വായിലെ മുറുക്കാൻ ഒന്ന് മേലോട്ട് കാറിയിട്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങി. ആദ്യത്തെ 3 ശ്ലോകങ്ങൾ ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി എന്ന് തുടങ്ങി ആ മഹാനഷ്ടമോർത്തോർത്ത് കുലുങ്ങിക്കരയുന്നു ഞാൻ എന്നുവരെ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ എഴുതിയതോടെ കവിത കഴിഞ്ഞു എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പിറ്റേ ദിവസം സ്വർഗം എന്ന ഖണ്ഡം എഴുതി ചേർത്തു. തുടർന്ന് ഓരോ ദിവസങ്ങളിലായി നരകം, പാതാളം, ഭൂമി എന്നീ ഖണ്ഡങ്ങളും. ഓരോ ഖണ്ഡം പൂർത്തിയാകുമ്പോഴും ഇന്ന് കവിത മുഴുവനായി എന്നായിരുന്നു ധാരണ. യഥാർത്ഥത്തിൽ ആ കവിത ഒരു മനസ്സാക്ഷിയുടെ അനുദിന വികാസമായിരുന്നു. അവസാനത്തെ വരി എഴുതി കഴിഞ്ഞതോടെ ആ വരിയിൽ പറഞ്ഞ പോലെ അന്ന് ഞാൻ ശാന്തമായി ഉറങ്ങി. പറ്റെ ക്ഷീണിപ്പിതാത്മാവിൻ നീലരക്തഞരമ്പുകൾ സുഖമുണ്ടെനിക്കെന്ന് മുച്ചൂടൊന്നു ഉറങ്ങി ഉണരാവു ഞാൻ. പറ്റെ ക്ഷീണിപ്പിതൻ ആത്മാവിൻ നീലരക്തഞരമ്പുകൾ സുഖമുണ്ടിന്ന് മുച്ചൂടൊന്നുറങ്ങി ഉണരാവു ഞാൻ. മുറുക്കാൻ നീട്ടി തുപ്പിക്കൊണ്ട് അദ്ദേഹം എന്നെ നോക്കി പുഞ്ചിരിച്ചു. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കവിതയിലൂടെ അതുവരെ മലയാളി അറിഞ്ഞിട്ടില്ലാത്ത പുതിയൊരു കാവ്യ വഴിയിലൂടെ നമ്മെ സഞ്ചരിപ്പിക്കുകയായിരുന്നു അക്കിത്തം. അതിൻ്റെ രചനാശില്പത്തിലൂടെ, ധ്വനിയിലൂടെ, ഭാഷയിലൂടെ പുതിയൊരു അനുഭൂതി തലം ആസ്വാദക മനസ്സിൽ രൂപപ്പെടുകയായിരുന്നു. ആധുനികതയുടെ വരവ് എന്ന് നിരൂപകർ പിന്നീട് അതിനെ വിശേഷിപ്പിക്കുകയുണ്ടായെങ്കിലും സ്വരൂപത്തിൽ മാത്രമേ അതിന് ആധുനികതയുടെ സ്വഭാവം ഉണ്ടായിരുന്നുള്ളൂ. അസ്തിത്വ ദുഃഖത്തിൻ്റെ നിഷേധസ്വരം അടങ്ങിയതായിരുന്നില്ല അത്. ആർഷമായ തത്വചിന്തയിൽ നിന്നുറവയെടുത്ത ഉൾഗീതമായിരുന്നു. പരമമായ നിസ്സംഗതയിൽ നിന്ന് നമ്മുടെ ഋഷിമാർക്കുണ്ടാവുന്ന കണ്ണുനീരാണത് എന്നാണ് പ്രശസ്ത പണ്ഡിതനും നിരൂപകനുമായ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ
അതിനെ വിലയിരുത്തിയത്. ദുഃഖരഹിതമായ ഒരുതരം ആനന്ദാവസ്ഥയിൽ ഘനീഭൂതമായ കണ്ണുനീർത്തുള്ളിയാണ് അക്കിത്തം തൻ്റെ ഹൃദയത്തിൽ നിന്ന് ചിന്തിയത്. അത് പ്രത്യയശാസ്ത്രമല്ല, സനാതന ധർമ്മമാണ്. ദേശകാല ഭേദമന്യേ നിലനിൽക്കുന്ന ഒരു തത്വത്തിലേക്കാണ് അത് വളരുന്നത്. ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിൻ്റെ മാധുര്യത്തിൽ നിന്ന് ഉണ്ടായതാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കവിത. ഖരപദാർത്ഥം എന്ന കവിത തുടങ്ങുന്നത്, അക്കിത്തത്തിൻ്റെ ഖരപദാർത്ഥം എന്ന കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കട്ടിയായിട്ട് ഈ പ്രപഞ്ചത്തിൽ കിട്ടിയിട്ടില്ലെനിക്കൊരു വസ്തുവും, ഒന്നുമെല്ലെ പിടിച്ചു കുലുക്കിയാൽ മണ്ണിൽ വീണുടയുന്നു സകലതും. കട്ടിയായിട്ട് ഈ പ്രപഞ്ചത്തിൽ കിട്ടിയിട്ടില്ലെനിക്കൊരു വസ്തുവും, ഒന്നുമെല്ലെ പിടിച്ചു കുലുക്കിയാൽ മണ്ണിൽ വീണുടയുന്നു സകലതും. മനുഷ്യജീവിതത്തിൻ്റെ ഉന്നമനത്തിനായി കയ്യിലെടുത്തു നോക്കിയ പ്രത്യയശാസ്ത്രങ്ങളും തത്വശാസ്ത്രങ്ങളും പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നവയായിരുന്ന് 30 വയസ്സിനുള്ളിൽ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നതാണ് 8-ാം വയസ്സു മുതൽ വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചു പഠിച്ച കവിയെ ഭാരതീയ സംസ്കൃതിയുടെ അമൃതതുല്യമായ ചൈതന്യത്തിലേക്ക് തിരിച്ചു നടക്കാൻ പ്രേരിപ്പിച്ചത്. ആ തിരിച്ചറിവിനെയും സംസ്കൃതിയുടെ കരുത്തിൽ നിന്ന് ജ്വലിപ്പിച്ചെടുത്ത പുതുഭാവുകത്വത്തെയും തൻ്റെ കാവ്യസഞ്ചാരത്തിൻ്റെ രഥചക്രങ്ങളാക്കി മാറ്റുകയായിരുന്നു അദ്ദേഹം. കുട്ടിക്കാലത്ത് ചിത്രരചന നടത്തിയിരുന്നു അക്കിത്തം. അങ്ങനെ കുട്ടിക്കാലത്ത് ചിത്രരചന നടത്തിയിരുന്ന കവി വാക്കുകൊണ്ട് രചിക്കുന്ന തൂലികാ ചിത്രങ്ങൾ, വാങ്മയ ചിത്രങ്ങൾ നമ്മെ വിസ്മയിപ്പിക്കും. VKN എന്ന അതുല്യ പ്രതിഭാശാലിയായ എഴുത്തുകാരനെക്കുറിച്ചുള്ള ബലഭദ്രൻ്റെ ചിരി എന്ന കവിത മാത്രം വായിച്ചാൽ മതി. VKN കുറിച്ചാണ്: പുനർജനിയിൽ നിന്നാരീ എഴുന്നേറ്റു വരുന്നവൻ, പനന്തലപ്പത്ത് തൂങ്ങും കുടം ചായ്ച്ചു കുടിപ്പവൻ. പുനർജനിയിൽ നിന്ന് ആരീ എഴുന്നേറ്റു വരുന്നവൻ, പനന്തലപ്പത്ത് തൂങ്ങും കുടം ചായ്ച്ചു കുടിപ്പവൻ. അരോഗ ദൃഢഗാത്രൻ, ആജാനബാഹുനീ വൃദ്ധയൗവനൻ, പുരുഷാകാര സങ്കല്പ സൗഭാഗ്യത്തിൻ്റെ മൂർത്തിയോ. ഭവാന്റെ ചൂർണികാഗദ്യം പദ്യത്തേക്കാൾ പ്രഭാമയം, തിരുകുന്നുണ്ടൻ വായിൽ പുതുപൂവൻ പഴങ്ങളോ. ഞങ്ങളോർക്കുന്നു ചൊവ്വല്ലൂർ അന്യോന്യത്തിൻ്റെ വൈഭവം. ചൊവ്വല്ലൂർ വെച്ച് നടന്ന ഒരു സാഹിത്യ സദസ്സിൻ്റെ ഓർമ്മ. ഞങ്ങളോർക്കുന്നു ചൊവ്വല്ലൂർ അന്യോന്യത്തിൻ്റെ വൈഭവം, മൂക്കും മുലകളും പോയ വാക്കിൻ സൗന്ദര്യ ഭീഷണി. VKൻ്റെ ഭാഷയെ ഓർത്ത് നോക്കുക. പയ്യനെയും സർ ചാത്തുവിനെയും ജനറൽ ചാത്തൻസിനെയും സൃഷ്ടിച്ച ആ നാണ്വാര് കണ്ഠനാളങ്ങൾ അഴകിൽ കുനിയ ഭക്ഷ്യസാധനം, ആനപ്പിണ്ടം പോലുരുട്ടി വാതോരാതെ ഭുജിപ്പവൻ. ഭുജിക്കുന്ന ആ അതികായൻ നമ്മുടെ കൺമുന്നിൽ വന്നു നിൽക്കുന്നത് പോലെ തോന്നും ഈ കവിത വായിച്ചാൽ. പയ്യൻ പായ ചുരുട്ടി എഴുന്നേറ്റു. കൃത്യത്തിൻ്റെ മുറ തെറ്റി എന്ന് മനസ്സിലായപ്പോൾ എഴുന്നേറ്റ ശേഷം പായ ചുരുട്ടി. ഇങ്ങനെ ഭാഷയ്ക്കുള്ളിൽ ഭാഷ തീർക്കുന്ന ആ സരസ്വതീ നദി നമ്മിലേക്ക് ഒഴുകുന്നത് പോലെ തോന്നും. ആപാദചൂടം കവിയായി കാഞ്ഞങ്ങാട്ട് പിറന്നവൻ, അർദ്ധായുസ് വരെ പേരാറ്റിങ്കൽ മുങ്ങിക്കുളിച്ചവൻ, കുഞ്ഞിരാമൻ നായരെന്ന വിശ്വവിസ്മയകാരകൻ. ആപാദചൂടം കവിയായി കാഞ്ഞങ്ങാട്ട് പിറന്നവൻ, അർദ്ധായുസ് വരെ പേരാറ്റിങ്കൽ മുങ്ങിക്കുളിച്ചവൻ, കുഞ്ഞിരാമൻ നായരെന്ന വിശ്വവിസ്മയകാരകൻ. അനശ്വരത്തിലൂടെ ദീർഘയാത്ര തുടങ്ങുവാൻ. മലയാള കവിതയെ സമസ്ത സൗന്ദര്യങ്ങളുടെയും ലഹരിയിൽ ആറാടിച്ച മഹാകവി പി കുഞ്ഞിരാമൻ നായരാണ് അക്കിത്തത്തിൻ്റെ വരികളിലൂടെ അക്ഷരരൂപിയായി നമുക്ക് മുന്നിൽ മോണ കാട്ടി ചിരിച്ചു നിൽക്കുന്നത്.
കുഞ്ഞിരാമൻ നായർ മരിച്ചപ്പോൾ എഴുതിയ കവിതയാണത്. ആപാദചൂടം കവി എന്ന ഒറ്റ പ്രയോഗം മാത്രം മതി PA നമുക്ക് മുന്നിൽ കാണാം. പ്രശസ്ത നാടകകാരനും എഴുത്തുകാരനുമായ KA കൊടുങ്ങല്ലൂർ, അക്കിത്തത്തിൻ്റെ ആകാശവാണിയിലെ സഹപ്രവർത്തകനായിരുന്ന KA കൊടുങ്ങല്ലൂർ മരിച്ചപ്പോൾ എഴുതിയ അനുസ്മരണക്കുറിപ്പിൽ ജഡഭരതൻ എന്നാണ് അക്കിത്തം അദ്ദേഹത്തെ വരച്ചു കാട്ടിയത്. ജഡഭരതൻ. കൊടുങ്ങല്ലൂരിനെ കണ്ടവരുടെ മനസ്സിൽ സ്ഫടിക കണ്ണാടിയിലെന്ന പോലെ ആ രൂപം തെളിഞ്ഞു വരും. അക്കിത്തത്തിൻ്റെ കാവ്യവൃത്തിയെയും അദ്ദേഹം നടത്തിയ മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളെയും ചിലർ രണ്ടായി കാണുകയും പലപ്പോഴും രണ്ടാമത്തേതിനെ തള്ളിപ്പറഞ്ഞ് ആദ്യത്തേതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. കാവ്യദേവതയെയും ധർമ്മദേവതയെയും ഒരുപോലെ മനസ്സിൽ വെച്ച് ആരാധിച്ചിരുന്നു അദ്ദേഹം. കാവ്യവൃത്തിയും സാംസ്കാരിക പ്രവർത്തനവും പരസ്പര പൂരകങ്ങളായിരുന്നു അദ്ദേഹത്തിന്, സമാന്തര രേഖകൾ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിക്കുകയും അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആർക്കും അത് തിരിച്ചറിയാനാവും. തൻ്റെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും വേര് തൻ്റെ കവിതകളിലാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു. ജീവിതത്തിൽ നേർവഴി മാത്രം നടന്നു ശീലിച്ച വിനയവാനായ ഒരു സാധാരണ മനുഷ്യൻ, വിഹ്വലതകളെയും ആഹ്ലാദങ്ങളെയും നിർമ്മമമായ മനഃശുദ്ധിയോടെ സ്വീകരിച്ച ലളിത ജീവിതം. ചെയ്ത കർമ്മങ്ങളിലെല്ലാം പുലർത്തിയ സത്യസന്ധത, അടുത്തെത്തുന്നവരുമായി ഹൃദയൈക്യം പുലർത്തുന്ന മനുഷ്യസ്നേഹി, താൻ ആരാണെന്നും തൻ്റെ നിയോഗമെന്താണെന്നും കൃത്യമായ നിശ്ചയമുള്ള സാധാരണക്കാരനായ ഒരു അസാധാരണ മനുഷ്യനായിരുന്നു അക്കിത്തം. ഒരിക്കലും രാഷ്ട്രീയക്കാരനാവില്ല എന്ന് സ്വന്തം പിതാവിന് മുമ്പിൽ സത്യം ചെയ്തവൻ, പട്ടിണി കിടന്നാലും ആരുടെ മുന്നിലും കൈനീട്ടില്ല എന്ന് അമ്മയ്ക്ക് വാക്കുകൊടുത്തവൻ, ജീവിതത്തിൽ ഒരു കാര്യത്തിനും ആരോടും വ്യവഹാരത്തിനോ തർക്കത്തിനോ പോവില്ലെന്ന് സ്വയം ദൃഢനിശ്ചയം ചെയ്തവൻ. 1995 തിരുവനന്തപുരത്ത് ചെയ്ത പ്രസംഗത്തിൽ അക്കിത്തം പറയുന്നത് കേൾക്കുക. അടുത്ത കാലത്ത് ഒരു പത്രക്കാരൻ വന്ന് ചോദിച്ചു, കാശിയിൽ പോയിട്ടുണ്ട്, എന്തെങ്കിലും ഉപേക്ഷിച്ചോ? അവിടെ പോയി എന്തെങ്കിലും ഉപേക്ഷിക്കണമല്ലോ. അവിടെ പോയിട്ട് ഞാനൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു കാര്യം ഉപേക്ഷിച്ചിട്ടുണ്ട്. അതെന്താണ്? ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കില്ല. അത് ഉപേക്ഷിക്കണം എന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു. നീ അത് സത്യം ചെയ്യണം, അല്ലെങ്കിൽ ഈ ചെയ്യണ പ്രവൃത്തി ഉണ്ടല്ലോ, ഇത് നമ്മളുടെ പ്രവൃത്തിയാണ്, ഈ സാംസ്കാരിക പ്രവർത്തനം, അത് വിജയിക്കില്ല. ഈ രാഷ്ട്രീയത്തിലേക്ക് പോകരുത്, ഇത് നമ്മുടെ പ്രവൃത്തിയല്ല. അതിൽ പോയാൽ ഈ പരാജയപ്പെടും. കാരണം അത് കള്ളത്തരം കൂടാതെ പറ്റില്ല. അതുകൊണ്ട് അതിലേക്ക് പോകരുത്. സാഹിത്യം നമുക്ക് നോക്കിക്കോ. സംസ്കൃതമൊന്നും വളരെ വിവരമില്ല, എന്നാലും അവർക്ക് എന്തെങ്കിലും കവിതയൊക്കെ എഴുതിക്കോ, കുഴപ്പമില്ല. അതുകൊണ്ട് വലിയ അപകടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാനത് ഉപേക്ഷിക്കുകയും ചെയ്തു. MLA ആവായിരുന്നു, മന്ത്രി ആവായിരുന്നു, ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ ആകുമായിരുന്നു. തമാശയൊന്നുമല്ല, അത് ഉണ്ടായ കാര്യമാണ്. KP മാധവമേനോൻ വന്നിട്ട് പറയാം, അദ്ദേഹത്തിന് ക്ഷയമാണ്. KB മേനോൻ തൃത്താല ഫർഗയിലെ ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് ഒരാഴ്ച ഇടശ്ശേരി ഇവരൊക്കെ കാറ് വെച്ച് വന്നില്ല. പിന്നാലെ ഇടശ്ശേരി പറഞ്ഞു, രാഷ്ട്രീയത്തിലേക്ക് താങ്കൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്രാസം ഞാനതിൽ നിൽക്കണമെന്ന് പറയില്ല. KB മേനോനും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലാണ് അവിടെ. അപ്പോൾ കമ്മ്യൂണിസ്റ്റിൻ്റെ കൂടെ പ്രിയ പാർട്ടിയുണ്ട്. ഇതൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ പൊളിറ്റിക്സ്. അവരുടെ പ്രതിനിധിയായിട്ട് രണ്ടു കൂട്ടരെയും കൂടി ഞാൻ നിൽക്കുകയാണ്, നിന്നാൽ മന്ത്രിയാവും. അപ്പം അച്ഛൻ പറഞ്ഞു, ഇത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്, ഇത് നമ്മുടെ പണിയല്ല. അതുകൊണ്ട് ഒരാഴ്ച അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അവസാനം പറഞ്ഞു, ഞാൻ ഈ ജീവിതത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെയൊന്നും ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് ഈ പത്രക്കാരനോട് പറഞ്ഞു. താൻ എന്തൊക്കെ ചെയ്യില്ല എന്ന് തീരുമാനിച്ചതുപോലെ താൻ എന്തൊക്കെ ചെയ്യണം എന്നതും അദ്ദേഹത്തിന് പൂർണ്ണ നിശ്ചയമുണ്ടായിരുന്നു. VT ഭട്ടതിരിപ്പാടിൻ്റെ അനുയായിയായി സാംസ്കാരിക നവോത്ഥാന പ്രവർത്തനങ്ങളിൽ മുഴുകിയത്, ഉന്മൂലനത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിനെതിരെ
കവിതയുടെ തീജ്വാല ജ്വലിപ്പിച്ചത്. ആധുനിക ജീവിതഘടനയിൽ യജ്ഞസംസ്കാരത്തിൻ്റെ, യാഗത്തിൻ്റെ പ്രചാരകനായത്. സാംസ്കാരിക മണ്ഡലത്തിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ ചൈതന്യത്തെ കെടാതെ സൂക്ഷിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ നായകസ്ഥാനത്തെത്തിയത്. എല്ലാം കാലം തന്നിലേൽപ്പിച്ച നിയോഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു. ചെറുപ്പത്തിൽ BT ഭട്ടതിരിപ്പാടും MRB തുടങ്ങിയവരോടൊപ്പം യോഗക്ഷേമ സഭയുടെ പ്രവർത്തകനെന്ന നിലയിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടാണ് തൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത അദ്ദേഹം പ്രകടിപ്പിച്ചു തുടങ്ങിയത്. തനിക്ക് 2 ഗുരുക്കന്മാർ ഉണ്ടായിരുന്നതായി അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. ഒന്ന് BT ഭട്ടതിരിപ്പാട്, മറ്റൊന്ന് ഇടശ്ശേരി. സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ തൻ്റെ ഗുരു BTയും കവിതയിൽ തൻ്റെ ഗുരു ഇടശ്ശേരിയുമാണെന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അക്കിത്തത്തെ ഞാൻ ആദ്യമായി നേരിൽ കാണുന്നത് അദ്ദേഹം തപസ്യ കലാസാഹിത്യവേദിയുടെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന മുഹൂർത്തത്തിലാണ്. 15 വർഷം അതിൻ്റെ അധ്യക്ഷനായും തുടർന്ന് മരണം വരെ അതിൻ്റെ രക്ഷാധികാരി എന്ന നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചു. അധ്യക്ഷവേദിയിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്ന അക്കിത്തത്തിൻ്റെ രൂപം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. കുത്തനെ എഴുന്നു നിൽക്കുന്ന അനുസരണയില്ലാത്ത നിബിഡമായ മുടി, ബുദ്ധപ്രതിമയിൽ എന്ന പോലെ ഉള്ള വലിയ ചെവികൾ, കണ്ണടയ്ക്കുള്ളിൽ തിളങ്ങുന്ന വലിയ കണ്ണുകൾ, ചുണ്ടിൽ നേരിയ മന്ദഹാസം, നിറഞ്ഞ മുഖപ്രസാദം, നീണ്ട കൈവിരലുകൾ, ഒതുങ്ങിയ ആരോഗ്യമുള്ള ശരീരം, ചാരനിറത്തിലുള്ള ഖദറിൻ്റെ മുറുക്കയ്യൻ ഷർട്ട്, 2 കൈകളും എളിയിൽ കുത്തി തികഞ്ഞ നിർമ്മമഭാവത്തോടെ മുഖം അല്പം മുകളിലേക്ക് ഉയർത്തിയുള്ള ആ നിൽപ്പ്. അക്കിത്തത്തിൻ്റെ നേതൃത്വത്തിൽ 1991 നവംബർ 10 മുതൽ 22 വരെ കേരളത്തിലെ സാംസ്കാരിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും ആ പാരമ്പര്യത്തെ പ്രോജ്വലിപ്പിച്ച പൂർവസൂരികളെ അനുസ്മരിക്കുന്നതിനുമായി തപസ്യയുടെ ആഭിമുഖ്യത്തിൽ കന്യാകുമാരി മുതൽ ഗോകർണം വരെ നടത്തിയ സാംസ്കാരിക തീർത്ഥയാത്ര കേരള ചരിത്രത്തിലെ അത്യപൂർവമായൊരു സംഭവമായിരുന്നു. അക്കിത്തം എന്ന മഹാകവിയെ സഹൃദയ ലോകത്തിനും അക്കാദമിക ലോകത്തിനുമപ്പുറം കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട സാമാന്യ ജനങ്ങൾക്ക് സുപരിചിതനാക്കി തീർത്തത് സമാനതകളില്ലാത്ത ആ യാത്രയായിരുന്നു. യാത്ര കടന്നുപോയ ഓരോ പ്രദേശങ്ങളിലും വന്നുകൂടിയ വൻ ജനക്കൂട്ടം, സാംസ്കാരിക രംഗത്തെ പ്രമുഖരോടൊപ്പം ഗ്രാമീണരും നഗരവാസികളും തൊഴിലാളികളും വൃദ്ധജനങ്ങളും സ്ത്രീകളും യുവാക്കളും വിദ്യാർത്ഥികളും നൽകിയ വൻ സ്വീകരണങ്ങൾ എല്ലാം സാഹിത്യ ലോകത്തിനപ്പുറത്തേക്ക് കൂടി പടർന്ന ജനപ്രീതി അക്കിത്തത്തിന് നേടിക്കൊടുക്കുകയുണ്ടായി. കൊല്ലം ജില്ലയിലെ പരവൂരിൽ മഹാകവി KC കേശവപിള്ളയുടെ വീട്ടിൽ യാത്രയെത്തിയപ്പോൾ ആ ഗ്രാമം മുഴുവൻ അക്കിത്തത്തെ സ്വീകരിക്കാൻ അവിടെ എത്തിയിരുന്നു. അക്കിത്തം കടന്നു വന്ന വഴിക്കിരുവശവും ആളുകൾ നിരന്നു നിന്ന് പൂക്കൾ വർഷിക്കുകയായിരുന്നു. ഇതിഹാസങ്ങൾ പൂർണ്ണരൂപത്തിൽ മലയാളത്തിൽ ആദ്യമായി രചിച്ച അയ്യമ്പിള്ളി ആശാന്റെയും അയ്യനപ്പിള്ളി ആശാന്റെയും സ്മരണയുതിർക്കുന്ന കോവളത്ത് യാത്ര എത്തിയപ്പോൾ ആ കാവ്യപ്പെരുമയുടെ സ്മാരകമായി ഹൗവ ബീച്ചിൻ്റെ പകിട്ടിനുള്ളിൽ പെട്ടുപോയ അനാഥമായ അയ്യപ്പക്ഷേത്രത്തിനും അയ്യമ്പിള്ളി ആശാൻ ഉപയോഗിച്ചിരുന്ന ചന്ദ്രവളയം എന്ന വാദ്യോപകരണത്തിനും ഏകാകിയായ കാവൽക്കാരിയെപ്പോലെ ജീവിക്കുന്ന വയോവൃദ്ധയായ ഗോമതിയമ്മ നിറകണ്ണുകളോടെയാണ്
അക്കിത്തത്തെ സ്വീകരിച്ചത്. നിരണം കവികളുടെ സ്മരണയുതിർക്കുന്ന കണ്ണശൻ പറമ്പിലെത്തിയപ്പോൾ ആ കവീശ്വരന്മാരുടെ കാലടി പതിഞ്ഞ മണ്ണ് നൽകിയാണ് നാട്ടുകാർ അക്കിത്തത്തെ വരവേറ്റത്. കൂടൽമാണിക്യ ക്ഷേത്ര പരിസരത്തെ വേദപാഠശാലയിൽ എത്തിയപ്പോൾ വാതിൽ പടിക്കപ്പുറത്തിരുന്ന് അനായാസമായി വേദം ചൊല്ലുന്ന ഒരു കൊച്ചുകുട്ടിയാണ് അക്കിത്തത്തിന് സ്വാഗതമോദിയത്. യാത്രയിൽ കോഴിക്കോട്ട് വൈക്കം മുഹമ്മദ് ബഷീറിനെ സന്ദർശിച്ച അക്കിത്തം കഥകളുടെ സുൽത്താൻ്റെ കാൽ തൊട്ട് വന്ദിച്ചത് കണ്ടുനിന്നവരിൽ വികാരവായ്പുളവാക്കി. ബഷീർ തലയിൽ കൈവച്ച് മഹാകവിയെ അനുഗ്രഹിച്ചു. അക്ഷരത്തിനു മുന്നിൽ തലകുനിക്കണമെന്ന് തന്നെ പഠിപ്പിച്ചത് നാലാപ്പാടനാണെന്ന് പുന്നിയൂർ കുളത്തെ സ്വീകരണത്തിൽ അക്കിത്തം അനുസ്മരിക്കുകയുണ്ടായി. ഇങ്ങനെ വിവരിച്ചാൽ തീരാത്തത്ര അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച ആ തീർത്ഥയാത്ര തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒന്നായാണ് അക്കിത്തം കണക്കാക്കിയിരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശകരമായിരുന്നു ആ യാത്ര. വേദത്തിൽ നിന്ന് തുടങ്ങുന്ന യജ്ഞ സംസ്കാരത്തിന് ആധുനിക കാലത്തും പ്രസക്തിയുണ്ട് എന്നും പ്രകൃതിയെയും മനുഷ്യ മനസ്സിനെയും നിർമ്മലമാക്കാനും സമർപ്പണത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വഴികളിലേക്ക് സമൂഹത്തെ നയിക്കാനും അതിന് കഴിയുമെന്നുമുള്ള ഉറച്ച വിശ്വാസം അക്കിത്തം വെച്ചു പുലർത്തിയിരുന്നു. ശ്രൗതശാസ്ത്ര പാരമ്പര്യം നിലനിർത്തുന്നതിനു വേണ്ടി പാഞ്ഞാളിലും തിരുവനന്തപുരത്തും തൃശ്ശൂരിലും യാഗങ്ങൾ നടത്തുന്നതിന് മുൻകൈയെടുക്കുകയും അതിൻ്റെ പ്രചാരത്തിലും നടത്തിപ്പിലും സജീവ പങ്കാളിയാവുകയും ചെയ്തു. അദ്ദേഹം ആയിരക്കണക്കിന് വർഷമായി കെടാതെ സൂക്ഷിക്കുന്ന ഒരു യാഗാഗ്നി അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് അക്കിത്തം മനയിൽ ഇപ്പോഴും സൂക്ഷിച്ചിരിപ്പുണ്ട്. ആ മനയിലാണ് അദ്ദേഹം ജനിച്ചത്. കവി എന്നാണ് അക്കിത്തത്തിൻ്റെ പെരുമയെങ്കിലും കാവ്യമധുരമായ ഗദ്യത്തിന് ഉടമ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം എഴുതിയിരുന്ന ചില ലേഖനങ്ങൾ മലയാള ശാഖയ്ക്ക് ലഭിച്ച സൗകുമാര്യങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കല ബാഹ്യസൃഷ്ടിയിൽ ഒരു ഇരട്ടപ്പരിപ്പ് സസ്യമാണ്. പ്രകൃതിയും അതിനുള്ളിൽ അല്പം മാത്രം സ്പന്ദിക്കുന്ന ഞാൻ എന്ന ബോധവും, ഈ രണ്ട് ഘടകവും അലിഞ്ഞു ചേർന്ന് മൂന്നാമതൊന്നായി തീരലാണ് കല. ആ ഒറ്റപ്പരിപ്പ് സസ്യത്തിൻ്റെ ആരാധനാ മുഹൂർത്തത്തിൽ കലാകാരൻ പ്രജാപതിയാണ്. ആ മുഹൂർത്തത്തിൽ മാത്രം കാവ്യസൗഭകം നിറഞ്ഞ ആ ഗദ്യഭംഗി നോക്കൂ. ഒരിക്കൽ അദ്ദേഹം എന്നെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. കാലത്തു തന്നെ ഞാൻ വീട്ടിലെത്തി. അദ്ദേഹവും ഭാര്യയും മാത്രമേ വീട്ടിലുള്ളൂ. ഒരുപാട് നേരം പല കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഉച്ചയ്ക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് വിശ്രമിക്കുന്നതിന് മുമ്പ് ഒരു കടലാസ് കെട്ടെടുത്ത് എൻ്റെ കയ്യിൽ തന്നു. പലപ്പോഴായി പലയിടങ്ങളിലായി പ്രസംഗിക്കാൻ പോകുമ്പോൾ അവിടെ വായിക്കാനായി എഴുതി വച്ച കുറിപ്പുകളായിരുന്നു അവ. അദ്ദേഹം അങ്ങനെ ചെയ്യാറുണ്ട്. എവിടെ പ്രസംഗിക്കാൻ പോകുമ്പോഴും ഒരു കടലാസിൽ അതിനു വേണ്ടൊരു കുറിപ്പ് എഴുതി മടക്കി പോക്കറ്റിലിടും. ചിലപ്പോൾ അതായിരിക്കില്ല അവിടെ വായിക്കുക, ചിലപ്പോൾ അത് വായിച്ചു എന്ന് വരാം. മിക്കപ്പോഴും അലക്ഷ്യമായി എഴുതിയവയായിരിക്കാം. എന്നാൽ കൃത്യമായ ആശയപൂർണതയും തെളിഞ്ഞ ഭാഷയും നിറഞ്ഞ കുറിപ്പുകളായിരിക്കും അതൊക്കെ. ഏതെങ്കിലും നോട്ടീസുകളുടെ മറുപുറത്തോ തനിക്ക് വന്ന കത്ത് ഇട്ട കവറ് കീറി ഉണ്ടാക്കുന്ന കടലാസിലോ ആവും അദ്ദേഹം എഴുതുക പതിവ്. അതെനിക്ക് തന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അവ വേണ്ടതുപോലെ എഡിറ്റ് ചെയ്ത് തലക്കെട്ടുകൾ കൊടുത്ത് പ്രസിദ്ധീകരിച്ചുകൊള്ളൂ എന്ന്. അദ്ദേഹം എന്നിലർപ്പിച്ച
വിശ്വാസവും സ്നേഹവുമായി ഒരു പ്രസാദം പോലെ ഞാനത് ഏറ്റുവാങ്ങി. അവ മുഴുവൻ എഡിറ്റ് ചെയ്ത് ലേഖനമാക്കിയതും ശീർഷകം നൽകിയതും ഞാനാണല്ലോ എന്ന അഭിമാനം എൻ്റെ ശിരസ് കുനിപ്പിക്കുന്നു. മലയാള ഗദ്യത്തിൻ്റെ അതുല്യ ചാരുത മറ്റൊരിടത്ത് നമുക്ക് കാണാൻ കഴിയുക OV വിജയനിൽ മാത്രമാണ്. കഥയിലെ ഇതിഹാസകാരനും കവിതയിലെ ഇതിഹാസകാരനും. OV വിജയൻ്റെ ഗുരുസാഗരം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയപ്പോൾ അക്കിത്തം എഴുതി, നമ്മുടെ കാലഘട്ടത്തിലെ അതിശ്രേഷ്ഠനായ മനീഷി എന്ന് വിളിക്കപ്പെടേണ്ട OV വിജയൻ്റെ ഈ കൃതി കേരളത്തിലെ ഓരോ വീട്ടിലും വായിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന്. സമകാലികമായ ജീവിത വ്യാപാരങ്ങളെ കൺപാർത്തുകൊണ്ട് ആർഷമായ ദാർശനികതയിലേക്ക് നടന്നുപോയവർ, ഹൃദയത്തിൽ മഹാഭാഗവതത്തെ മാത്രം പൂജ ചെയ്യുന്നവർ, 2004 ഹൈദരാബാദിൽ വെച്ച് തപസ്യയുടെ സഞ്ജയൻ പുരസ്കാരം OV വിജയന് നൽകിക്കൊണ്ട് അക്കിത്തം ഉച്ചരിച്ചത് ഋഗ്വേദ മന്ത്രങ്ങളായിരുന്നു. ആറാടിയ മഹാകവിയുടെ കണ്ഠം ഇടറി, വിറപൂണ്ട കൈകൾ കൂപ്പി അത് ശ്രവിച്ച ആ കഥാകാരൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. മലയാള സാഹിത്യത്തിലെ 2 മഹാസമുദ്രങ്ങൾ ഒന്നായി ചേരുന്നത് കണ്ടു നിന്നവർ വികാരാധീനരായി. മഹാഭാഗവതം ഭാഷാന്തരീകരണം ചെയ്യുകയായിരുന്നു തൻ്റെ കാവ്യവൃത്തിയുടെ അവസാന വേളയിൽ അക്കിത്തം ചെയ്തത്. ചെറുപ്രായത്തിൽ തുടങ്ങിയ ആ കാവ്യരചനാനുഭൂതി ഭാഗവത ലഹരിയിൽ ലയിച്ചു തീരുകയായിരുന്നു. തൻ്റെ കാവ്യപരിശ്രമങ്ങളിൽ ഒന്നു മാത്രം പാതി വഴിയിൽ അക്കിത്തം അവസാനിപ്പിക്കുക ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ശ്രീ അരബിന്ദോയുടെ വിഖ്യാതമായ സാവിത്രി എന്ന കാവ്യത്തിൻ്റെ വിവർത്തനം. ആധുനിക കാലത്ത് ലോകസാഹിത്യത്തിലെ അതിമഹത്തായ കൃതിയായി കരുതപ്പെടുന്ന ആ കാവ്യം വിവർത്തനം ചെയ്യാൻ അക്കിത്തം സ്വയം തുനിയുകയായിരുന്നു. സാവിത്രി എന്ന മഹാകാവ്യം. വിപ്ലവകാരിയായിരുന്ന അരബിന്ദ ഘോഷ് യോഗിയായി മാറിയ പ്രസിദ്ധമായ ഉത്തരപ്പാറ പ്രസംഗം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് അക്കിത്തമായിരുന്നു. ആ ധൈര്യത്തിലാണ് അദ്ദേഹം ഇംഗ്ലീഷിൽ രചിക്കപ്പെട്ട സാവിത്രിയുടെ പരിഭാഷയ്ക്ക് മുതിർന്നത്. എന്നാൽ തുടങ്ങി കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ തുടർന്നെഴുതാൻ തനിക്ക് കഴിയില്ല എന്ന തിരിച്ചറിവാണ് കവിക്കുണ്ടായത്. 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചതുപോലെ അതിലെ താത്വിക ദർശനം എൻ്റെ അന്തർനേത്രങ്ങളിൽ തിളങ്ങുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ ഭാഷയ്ക്കും എൻ്റെ കവനത്തിനും ഉൾക്കൊള്ളാനാവാത്ത വിധം ദിവിസൂര്യ സഹസ്രസ്യ എന്ന മട്ടിൽ ആ കവിത കത്തിജ്വലിച്ച് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. കൂപ്പുകൈകളോടെ കുനിഞ്ഞ ശിരസ്സോടെ ഞാനതിൽ നിന്ന് പിൻവാങ്ങി. ശ്രീ അരബിന്ദോയുടെ കാവ്യദർശന ഗ്രന്ഥമായ ഫ്യൂച്ചർ പോയട്രിയിൽ പറയുന്നുണ്ട്, കവിത മന്ത്രമായി പരിണമിക്കും എന്ന്. കവിത മന്ത്രമായി പരിണമിക്കും. അക്കിത്തം കവിതകളെല്ലാം മന്ത്രസദൃശങ്ങളാണ്. ആഴത്തിൽ ആ കവിതകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, അവയെല്ലാം മന്ത്രസദൃശങ്ങളാണ്. മഹാകവി അക്കിത്തത്തിൻ്റെ ഭൗതിക സാന്നിധ്യം നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. ഒരു കാര്യത്തിൽ മലയാള സാംസ്കാരിക ലോകത്തിന് സംതൃപ്തി അടയാം. മഹാകവിക്ക് കൊടുക്കേണ്ട എല്ലാ ആദരവുകളും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത്
നാം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ മലയാളത്തിൽ ഇത്രയേറെ പുരസ്കാരങ്ങൾ ലഭിച്ച മറ്റൊരു എഴുത്തുകാരൻ ഉണ്ടാവില്ല. കേരളത്തിനകത്തും പുറത്തുമുള്ള ചെറുതും വലുതുമായ മിക്കവാറും എല്ലാ ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അവസാനം ഇഹലോക ജീവിതത്തിൽ നിന്നുള്ള തൻ്റെ മടക്കത്തിന് മുമ്പ് ജ്ഞാനപീഠ പുരസ്കാരം കൈനീട്ടി വാങ്ങാൻ മാത്രമായി അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നോ എന്ന് തോന്നിപ്പോകും. തൻ്റെ കാവ്യകർമ്മങ്ങൾ പോലും കാലത്തിൻ്റെ, ദൈവത്തിൻ്റെ നിയോഗമായാണ് അക്കിത്തം ഏറ്റെടുത്തത്. ജീവിതത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനിടയിൽ മനസ്സിലുണ്ടാവുന്ന തീപ്പൊരികൾ വരികളായി കുറിക്കവേ ഏതോ ഒരു ചൈതന്യം തന്നിൽ പ്രവേശിക്കുന്നതായി തോന്നാറുണ്ട് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. നാം കാണുന്നതിനപ്പുറത്താണ് കവി കാണുന്നത്. നാം അനുഭവിക്കുന്നതിന് അപ്പുറത്താണ് കവി അനുഭവിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങൾക്കപ്പുറത്തുള്ള അതീന്ദ്രിയമായ അനുഭവ തലങ്ങളിലേക്കാണ് കവി സഞ്ചരിക്കുക. പ്രത്യേകിച്ചും ആർഷമായ ആത്മചൈതന്യം നിറഞ്ഞ കവി മനസ്സ്. ജീവിതത്തിലെ ചേറിൽ നിന്ന് വെണ്ണക്കല്ലിൻ്റെ കഥയും അനശ്വരൻ്റെ ഗാനവും കടഞ്ഞെടുത്ത കവി. ചോരയുടെ ചൂരടിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ചവിട്ടുവഴികളിൽ നിന്ന് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം വിരിയിച്ച കവി. ഇദം ന മമ, ഇത് എനിക്കല്ല, ഇദം ന മമ എന്ന മന്ത്രത്താൽ ആയുസ്സിനെ അമൃതഘടികയാക്കിയ കവി. ആ ഋഷികവി മഹാസമാധിയായി. മലയാളത്തിൽ മഹാകവിയുടെ ആ രത്നസിംഹാസനം ഇന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നു. അതിൽ കയറിയിരിക്കാൻ യോഗ്യതയുള്ള ഒരാൾക്ക് വേണ്ടി നാം ഇനി സംവത്സരങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നേക്കും. ഒരുപക്ഷെ അനന്തമായ കാത്തിരിപ്പായി അത് മാറി എന്നും വരാം. കാവ്യാകാശത്തിലെ ഉജ്ജ്വല താരമായി തലമുറകളോളം അക്കിത്തം കവിതകൾ പ്രകാശം ചൊരിയും. ജീവിതത്തിൽ അദ്ദേഹമെടുത്ത നിലപാടുകളും ധർമ്മദൗത്യവും നടന്നു നീങ്ങിയ കർമ്മമാർഗവും തലമുറകൾ ഏറ്റെടുത്ത് വിശ്വസംസ്കാരത്തെ പൊലിപ്പിക്കട്ടെ. നമസ്കാരം.